ആരാണ് ഗുരു? എന്താണ് ഗുരുത്വം? എന്തിന് ഗുരുവന്ദനം? വ്യക്തിയാവാം ഗുരു, തത്വമാവാം ഗുരു, ധ്വജമാവാം ഗുരു. അജ്ഞത എന്ന അന്ധകാരത്തെ നീക്കി അറിവിൻ്റെ വെളിച്ചം പകരുന്നത് ആരോ എന്തോ അതാണ് ഗുരു എന്ന് ആചാര്യ വ്യാഖ്യാനം. ഇത് മൂല്യബോധവും സദാചാരവും ഉയർത്തിപ്പിടിച്ച് അച്ഛനെയും അമ്മയെയും അധ്യാപകനെയും ഗുരുവായി കാണുന്നവർക്ക്, സംഘർഷത്തിൻ്റെയും വൈരത്തിൻ്റെയും പാതയിൽ നിന്ന് ലോകത്തെ ശാന്തിയുടെ പാതയിലേക്ക് നയിക്കുന്ന വിശ്വഗുരുവായ ഭാരതത്തെ ചൊല്ലി അഭിമാനിക്കുന്നവർക്ക് ഇതൊക്കെയാണ് സങ്കല്പം, വിശ്വാസം. ഭഗവദ്ധ്വജത്തെ വെറും കൊടിയായും ഭാരതാംബയെ ഏതോ ഒരു സ്ത്രീയായും കാണുന്നവരോട്, ഗുരുപൂജയെ പാദസേവയായും കാൽ കഴുകിക്കലായും വ്യാഖ്യാനിക്കുന്നവരോട്, ഗുരുവന്ദനത്തെപ്പറ്റി അടിയന്തര റിപ്പോർട്ട് തേടി 24 മണിക്കൂറിനുള്ളിൽ ജെഫ്രി മുത്തുക്കോയ പാദപൂജ നടത്തുന്നവരോട്, ഞാൻ വെല്ലുവിളിച്ചില്ലേ എന്ന് സമസ്താപരാധം ചൊല്ലി കേണപേക്ഷിക്കുന്ന പുങ്കവന്മാരോട്, വിരമിച്ച ദിവസം അധ്യാപികയ്ക്ക് കുഴിമാടം ഒരുക്കിയവരോട്, പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിച്ചവരോട്, സ്കൂളിൽ വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് അധ്യാപകനെ വെട്ടിക്കൊന്നവരോട്, കൂടെ പഠിച്ചവനെ പരസ്യ വിചാരണ നടത്തി കൊന്ന് കെട്ടിത്തൂക്കിയവരോട്, 10ാം ക്ലാസ്സുകാരനായ സഹപാഠിയെ ഗൂഢാലോചന നടത്തി കൂട്ടം ചേർന്ന് തലക്കടിച്ചു കൊന്നവരോട് വന്ദിക്കണ്ട, നിന്ദിക്കുന്നത് എന്തിന്? സ്വാഗതം എഡിറ്റേഴ്സ് ചോയ്സിലേക്ക്. നമുക്കൊപ്പം ഇന്ന് ഡോക്ടർ KS രാധാകൃഷ്ണൻ, അലങ്കാരം വേണ്ട BJP പ്രതിനിധി, ശ്രീ വത്സൻ തില്ലങ്കേരി, ഹിന്ദു ഐക്യവേദി, റെജി ലൂക്കോസ്, ഇടതു നിരീക്ഷകൻ, രാജേഷ് നാദാപുരം, സാമൂഹ്യ നിരീക്ഷകൻ. നമസ്തേ. എഡിറ്റേഴ്സ് ചോയ്സ് തുടങ്ങുകയാണ്. നേരെ ഗുരുമുഖത്തേക്ക് ഡോക്ടർ KS രാധാകൃഷ്ണൻ സർ, നമസ്തേ, പ്രണാമം. ആരാണ് ഗുരു? എന്തിനാണ് ഗുരുപൂജ? നമസ്കാരം. ഇത് കുമാരനാശാൻ്റെ 2 വരിയാണ് എനിക്കതിനകത്ത് പറയാനുള്ളത്. ആരായുകിൽ അന്ധത്വമൊഴിച്ച് ആദിമഹസ്സിൻ നേരാൻ വഴി കാക്കും ഗുരുവല്ലോ പരദൈവം എന്ന് കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലെ അന്ധത നീക്കി നേർവഴിക്ക് നയിക്കുന്നവനാരോ അവനാണ് ഗുരു എന്ന് ബഹുവ്രീഹി സമാസം. അതാരുമാകാം ഗുരു. ഭാരതീയ സങ്കല്പമനുസരിച്ച് ഈ പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസവും ഗുരുക്കന്മാർ തന്നെ ആയിട്ടാണ് കാണാറുള്ളത്. ആ ഗുരു പരമ്പരയിൽ പെട്ടതാണ് ചെടികളും പക്ഷികളും മൃഗങ്ങളും ബാക്കിയുള്ള എല്ലാ നദികളും പർവ്വതങ്ങളും ഒക്കെ. അതുകൊണ്ടാണ് അവരെയൊക്കെ ആരാധിക്കുന്ന, അവരെയൊക്കെ ആദരിക്കുന്ന ഒരു സംസ്കാരം ഭാരതത്തിൽ നിലനിൽക്കാനുള്ള കാരണം. ഇവിടുത്തെ ചോദ്യം, ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു വിവാദ പശ്ചാത്തലത്തിൽ അങ്ങനെ പാദപൂജ നടത്തിയത്, അവരുടെ കാലുകൾ കഴുകി അവരെ വന്ദിച്ചത് ശരിയാണോ എന്നതാണ് ചോദ്യം. ആ ചോദ്യം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വിവിധ സമൂഹങ്ങളുടെ, വിവിധ സംഘങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾ ശരിയാണോ എന്ന ചോദ്യത്തിലേക്കാണ് നയിക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങൾ ഓരോ സമൂഹത്തിനും ഓരോ രീതിയിലുണ്ട്. ഇപ്പോൾ ഈസ്റ്ററിൻ്റെ തലേന്ന് ലോകത്തിലെ എല്ലാ കത്തോലിക്ക പള്ളികളിലും മഹാപുരോഹിതന്മാരെല്ലാവരും, സഭാപിതാക്കന്മാരെല്ലാവരും വിശ്വാസികളുടെ കാല് കഴുകി ചുംബിക്കാറുണ്ട്. അത് അവരുടെ ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അവിഭാജ്യമായ ഘടകമാണ്. യേശുദേവൻ താൻ ആരാധന സ്വീകരിക്കാനല്ല, ആരാധന നൽകാനാണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശിഷ്യ പരമ്പരകളുടെ കാല് കഴുകി ചുംബിച്ചതിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഇന്നും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ആചാരമാണ്. ഇനി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ ആചാരമുണ്ട്. ആ ആചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പാർട്ടി സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് ഒരു 4 രീതിയിലുള്ള ഒരു കുറ്റി അവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ട്, ഒരു ചെറിയൊരു സ്തൂപം സ്ഥാപിച്ചിട്ട്, ആ സ്തൂപത്തെ രക്തസാക്ഷി മണ്ഡപമായി സങ്കല്പിച്ച്
ആ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് അവർ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. അതിൽ പറയുന്നത് രക്തസാക്ഷി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നാണ്. ഇത് ശുദ്ധമായ കളവാണ് എന്ന് ആർക്കും പറയാവുന്നതാണ്. കാരണം മരിച്ചു കഴിഞ്ഞവനാണ് രക്തസാക്ഷി. ആ മരിച്ചു കഴിഞ്ഞ രക്തസാക്ഷി മരിക്കുന്നില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. അവർക്ക് അങ്ങനെ പറയാനും ആ ആചാരം അവർക്ക് അനുഷ്ഠിക്കാനും അവകാശമുണ്ട്. അതിന് യുക്തിയില്ല, അതിൽ പുരോഗതിയില്ല, അതിൽ ഈ പറയുന്ന യാതൊന്നുമില്ല. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് വിശ്വാസം അങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ് അവർ ചെയ്യുന്നതും. ഇനി മറ്റൊന്നുകൂടി പറയാം. മരണവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് അവരുടെ ആചാരങ്ങളുണ്ട്. നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവർക്ക് മരണത്തിൻ്റെ ആചാരങ്ങളുണ്ട്. അത് ഓരോ മതവിഭാഗത്തിനും ജാതി വിഭാഗത്തിനും ഒക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരുടെ ആചാരം എന്താണെന്ന് വെച്ചാൽ മൃതശരീരത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി പിടിച്ച് മുദ്രാവാക്യം വിളിക്കുന്നതാണ്. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ നല്ലതല്ല എന്ന് ഞാൻ പറയും. പക്ഷേ എൻ്റെ അഭിപ്രായം അവിടെ അപ്രസക്തമാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ആചാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 അക്ഷരം പഠിപ്പിച്ചു തന്ന ഒരധ്യാപകനാണ്. ആ അധ്യാപകൻ്റെ ക്ലാസ്സിലിരുന്ന് ഒരു കാര്യം ഗ്രഹിച്ചപ്പോൾ തൻ്റെ മനസ്സിൽ തെളിയുകയും മനസ്സിൽ വെളിച്ചം വരികയും ആ വെളിച്ചം കണ്ണുകളിലൂടെ പ്രസരിപ്പിക്കപ്പെടുകയും ചെയ്യുക. ആ കണ്ണിൻ്റെ തിളക്കം കണ്ട് അധ്യാപകൻ ആനന്ദം അനുഭവിക്കുക. അങ്ങനെയുള്ള ഒരു അധ്യാപകനെ ലോകത്ത് എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ നമസ്കരിക്കുക എന്നത് ഒരു ശീലമാണ്. ഞാൻ അത് കൂടാതെയും നമസ്കരിച്ചിട്ടുണ്ട്. എനിക്ക് നമസ്കരിക്കണമെന്ന് തോന്നി ഞാൻ പോയി നമസ്കരിച്ചിട്ടുള്ള ഒരാൾ എന്താണെന്ന് വെച്ചാൽ യേശുദാസിൻ്റെ പാദങ്ങളിലാണ്. അതെന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ മലയാളിക്കൊരവസരം കിട്ടിയത് യേശുദാസിൻ്റെ പാട്ടുകളിലൂടെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമസ്കരിച്ചിട്ടുണ്ട്. അതുപോലെ യവനോ ആയിരുന്ന ഒരുവൻ ഒരു ലേഖനം എഴുതിയിട്ട് മാതൃഭൂമിയിലേക്ക് അയക്കുക. ആ ലേഖനം വായിച്ച് ഇത് പ്രസിദ്ധീകരിക്കുന്നു, തുടർന്ന് എഴുതണം എന്ന് പറഞ്ഞൊരു കത്തെഴുതി എന്നിലെ എഴുത്തുകാരൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തെ വളർത്തിയെടുത്ത MT വാസുദേവൻ നായരുടെ പാദങ്ങളിൽ ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. ഇതെല്ലാം പരസ്യമായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, രഹസ്യമായിട്ടല്ല. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. എൻ്റെ ഒരു ആദരവ് പ്രകടിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ആദരവ് വിദ്യാർത്ഥികൾ പ്രകടിപ്പിക്കണോ വേണ്ടയോ എന്നതാണ് അടുത്ത ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ അധ്യാപകരുടെ കൊങ്ങയ്ക്ക് പിടിക്കുകയും അവരിയ്ക്കുന്ന കസേര കത്തിക്കുകയും അവർക്ക് ചിത ഒരുക്കുകയും അവർക്ക് ശവക്കുഴി തോണ്ടുകയും അവരുടെ മാതാപിതാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുലഭ്യം പറയുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിൽ നിന്നെല്ലാം മാറി അവരെ ആദരിക്കുന്ന ഒരു സംസ്കാരം വിദ്യാർത്ഥികളിലേക്ക് വരുന്നു എന്നുള്ളതിന് ഒരു അധ്യാപകൻ എന്ന നിലക്ക് ഞാൻ സ്വാഗതം ചെയ്യണം. ഇനി മറ്റൊന്നു കൂടിയുണ്ട്. ഞാനൊരു കൊല്ലത്തിൽ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അനേകം വിദ്യാർത്ഥികൾക്ക് ഈ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. മെരിറ്റിൻ്റെ അവാർഡും അവർക്ക് കലാപ്രകടനത്തിന് കിട്ടിയ അവാർഡും. ഈ അവാർഡ് വാങ്ങിച്ചു കൊണ്ട് പോകുന്ന സമയത്ത് ഈ വിദ്യാർത്ഥികളിൽ നല്ലൊരു വിഭാഗം പേര് അത് കൊടുക്കുന്ന എൻ്റെ കാലിലും നമസ്കരിച്ചിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ അവരെന്തിനങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കങ്ങനെ തോന്നി എന്ന് മാത്രമാണ് അതിൻ്റെ ഉത്തരം. ഇനി ഇത് മാത്രമല്ല, ഭാരതത്തിന് വേറൊരു രീതി കൂടി ഉണ്ടായിരുന്നു. ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ, അതിഥി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗസ്റ്റ് എന്ന അർത്ഥത്തിലല്ല, ഒരു തിഥിക്ക് അപ്പുറം താമസിക്കാത്തവനാണ്, അപരിചിതനാണ് അതിഥി. ആ അപരിചിതൻ വന്നു കഴിഞ്ഞാൽ ആ അപരിചിതൻ്റെ കാല് കഴുകിച്ച് വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ഒരു രീതി കേരളത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ കാല് കഴുകാൻ അവിടെ വെള്ളം വെച്ചിട്ടുണ്ടാകില്ല. മുമ്പ് അങ്ങനെയല്ല. മുൻപ് അവിടെ ഒരു കുറച്ച് വെള്ളം വെച്ചേക്കും. ആ വെള്ളം എടുത്തിട്ട് അവർ കാല് കഴുകിയിട്ടായിരിക്കും വീടിനകത്തേക്ക് കയറുക. അത് ചെറ്റക്കുടിലാണെങ്കിലും അവിടെ ഒരു കല്ലുണ്ടാകും. ആ കല്ലിൽ ഈ കാല് കഴുകിയിട്ട് കയറുള്ളൂ. ഇത് ഒരു ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ജീവിത ശൈലിയുടെയും ഭാഗമാണ്. അങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് പുരോഗമനമല്ല എന്നാണ് ഞാൻ ഇത് സംബന്ധിച്ച് കേട്ട ഏറ്റവും വിചിത്രമായൊരു വാദം. അതിലെനിക്ക് 2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു കാര്യം പുരോഗമനമാണോ അല്ലയോ എന്നുള്ളതിൻ്റെ തീർപ്പ് കൽപ്പിക്കുന്നതിനെ മാർക്സിസ്റ്റ് പാർട്ടിക്കാണോ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അവരാരാണ് ഞാൻ പുരോഗമനവാദിയാണോ അല്ലയോ എന്ന് പറയാനായിട്ട്? അതിലൊരു അപകടമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതാണ് പുരോഗമനം എന്ന് മുൻകൂട്ടി നിശ്ചയിക്കുക,
അതിനോടൊപ്പം വന്നില്ല എന്നുണ്ടെങ്കിൽ അത് പുരോഗമനമല്ല എന്ന് പറയുക. Right. പുരോഗമനവാദി അല്ലാത്തവനെ ഈ രാജ്യത്ത് നിന്ന് തമസ്കരിക്കുകയോ നിഷ്കാസനം ചെയ്യുകയോ ചെയ്യുക. ഈ രീതിയിൽ കുട്ടികൾ അവരുടെ അധ്യാപകരെ നമസ്കരിക്കുന്നതും അവരുടെ അനുഗ്രഹം തേടുന്നതും അവരുടെ കാല് കഴിയിക്കുന്നതും പുരോഗമനമല്ല എന്ന് നിശ്ചയിക്കാൻ ഇവർക്ക് ആരധികാരം കൊടുത്ത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പുരോഗമനമാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടയാൾ അല്പസമയത്തിനകം ചേരും നമ്മളോട്. പക്ഷെ അതിനു മുമ്പ് രാജേഷ്, ഞാൻ അങ്ങയിലേക്കും വരാം. ഇത് എന്തിന് ഗുരുപൂജ, എന്താണ് ഈ സങ്കല്പം എന്ന് അറിവുള്ള ആൾക്കാർ പറയട്ടെ, കേൾക്കേണ്ടവർ കേൾക്കട്ടെ. ഞാൻ ശ്രീ വത്സൻ തില്ലങ്കേരിയിലേക്ക്. വത്സൻജി, എന്തിനാണ് കുട്ടികളെ കൊണ്ട് ഈ പാദസേവ ചെയ്യിപ്പിച്ചത്? എന്തിനാണ് കാൽ കഴുകിച്ചത്? അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി. പരാതിയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു പാദസേവ തീരെ പരിചയമില്ലാത്ത, പെട്ടിയെടുത്ത് ശീലമൊട്ടുമേയില്ലാത്ത KSUക്കാർ, അങ്ങനെ പലരും. അങ്ങയോട് എന്തിനാണിത്? ഇപ്പോൾ പാദപൂജ എന്നത് അവരുടെ ഒരു പുതിയൊരു നരേഷനാണ്. ശരിക്കും ഗുരുപൂജയാണ്. ഭഗവാൻ വേദവ്യാസിൻ്റെ ജന്മജയന്തിയോടനുബന്ധിച്ചിട്ട് ലോകമെങ്ങുമുള്ള ആധ്യാത്മികമായി ഈ ഗുരുത്വത്തെ, ഗുരുപൂജയെ അംഗീകരിക്കുന്നവർ സഹസ്രാബ്ദങ്ങളായി ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഗുരുപൂജ എന്നത്. ഗുരുപൂജ എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി നടന്നു വരുന്നുണ്ട്. പഴയകാലത്ത് ആശ്രമങ്ങളിലും ഗുരുകുലങ്ങളിലും ഒക്കെയാണ് നടന്നു വന്നിരുന്നത്. പിന്നീടത് സാമൂഹ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലും, മഠങ്ങളിൽ, അതുപോലെ ആശ്രമങ്ങളിൽ, എല്ലായിടത്തും ഈ ഗുരുപൂജ നടക്കുന്നുണ്ട്. എന്താണതിൻ്റെ പ്രസക്തി, എന്താണതിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രഗതി വിദ്യാനികേൽ കോളേജിൽ 30 വർഷമായി ഞാനവിടെ പ്രിൻസിപ്പാളായി ജോലി ചെയ്ത കാലം മുതൽ അവിടെ നടപ്പാക്കി വരുന്ന എല്ലാവരും ആദരിക്കുന്ന ഒരു പരിപാടിയാണ് ശ്രീ ഗുരുപൂജ പരിപാടി. ആ ഗുരുപൂജ പരിപാടിയിൽ ഞങ്ങളുടെ 10-30ഓളം ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ അവരുടെ ക്ലാസ് ടീച്ചറുടെ സഹായത്തോടു കൂടി നാട്ടിലെ വളരെ മുതിർന്ന റിട്ടയറായിട്ടുള്ള നല്ല മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ഏതെങ്കിലും ഒരു അധ്യാപകനെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ആദ്യം ഞങ്ങൾ ഓഫീസിൽ ഗുരുനാഥന്മാരെല്ലാവരും ചേർന്ന് വ്യാസനെ പൂജിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾ +1 മുതൽ PG വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത്, ചെറിയ കുട്ടികളല്ല. അവരുടെ ക്ലാസ്സിലേക്ക് ലീഡറും വിദ്യാർത്ഥികളൊക്കെ വന്ന് ഈ അധ്യാപകന്മാരെ കൊണ്ടുപോകും. അവരവരുടെ ക്ലാസ്സിൽ ഒരു കസേരയിൽ അദ്ദേഹത്തെ ഇരുത്തും. അവരുടെ ക്ലാസ് ടീച്ചർ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കും. അതുപോലെ തന്നെ ആ പാദങ്ങളിൽ അവർ ചിലപ്പോൾ പാദപൂജ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവർ കാൽ കഴുകും, ടീച്ചേഴ്സ് ചെയ്യും. ബാക്കിയുള്ള കുട്ടികൾ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് നമസ്കരിക്കും. അപ്പോൾ അദ്ദേഹം 10-70 വയസ്സുള്ള, 75 വയസ്സുള്ള, 80 വയസ്സൊക്കെയുള്ള ഇത്രയും ജ്ഞാനം ആർജിച്ച ഇത്രയും ആളുകൾക്ക് ജ്ഞാനം പകർന്നു കൊടുത്ത പരിണതപ്രജ്ഞനായ മഹാനായ ആ ഗുരുനാഥൻ അവരുടെ മൂർധാവിൽ വലത് കരം വെച്ച് അവരനുഗ്രഹിക്കും. അങ്ങനെ അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആ വിദ്യാർത്ഥികളോട് 5-10 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, വിദ്യാഭ്യാസ കാലത്തെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറയും. എൻ്റെ ഇതുവരെയുള്ള ഞാൻ കണ്ട, എനിക്ക് കോരിത്തെരിപ്പുളവാക്കിയ, അഥവാ എനിക്ക് വളരെയധികം വൈകാരികമായ നിമിഷങ്ങൾ സമ്മാനിച്ച നിരവധി സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ആദരിക്കുന്ന സമയത്ത് ആ അധ്യാപകൻ അദ്ദേഹം കണ്ണീരണിയുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം, അധ്യാപന ജീവിതം, അതിൽ ഇതുവരെ കിട്ടാത്ത ഒരു ആദരവ് അദ്ദേഹത്തിന് കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൃതകൃത്യത, ചരിതാർത്ഥ്യം, അതൊക്കെ അദ്ദേഹത്തിൽ ഉണ്ടാക്കുന്ന ഉൾപ്പുളകം വിവരണാതീതമാണ്. ഏതായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും ഒരുമിച്ച് വന്ന് അവരുടെ അനുഭവങ്ങൾ പറയും. അവർ പറയുന്ന അവരുടെ ജീവിതത്തിലെ ഏറ്റവും അനർഘമായ ഒരു മുഹൂർത്തമാണ് കഴിഞ്ഞ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിന് ഞങ്ങൾക്ക് അർഹതയുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഈ ചടങ്ങോടുകൂടി ഞാൻ പുതിയൊരു മനുഷ്യനായിരിക്കുകയാണ്. ഒരു ആത്മപരിശോധനക്ക്
അതുപോലെ തന്നെ ഗുരുത്വ സങ്കല്പത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ അവർ വളരെ വളരെ ആത്മഹർഷത്തോടു കൂടിയാണ് ഈ വിദ്യാർത്ഥികളുടെ ആദരവിനെ അവരനുസ്മരിപ്പിക്കാറ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ വ്യത്യസ്തമായ നിരവധി പരിപാടികൾ നടക്കാറുണ്ട്. നേരത്തെ രാധാകൃഷ്ണ സാർ പറഞ്ഞ ശ്രീ യേശുദാസ് ഉൾപ്പെടെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയങ്കരായിട്ടുള്ള നിരവധി സാഹിത്യകാരന്മാർ, സംഗീതജ്ഞന്മാർ, സിനിമാ താരങ്ങൾ, എല്ലാ മേഖലയിലുമുള്ള ആളുകൾ, MD ഉൾപ്പെടെ, വൻവി ഉൾപ്പെടെ, സിനിമാ താരങ്ങൾ എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. അവരുടെ പ്രോഗ്രാമുകളൊക്കെ ഞങ്ങളുടെ വലിയ സർഗോത്സവമൊക്കെ നടക്കാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികളുടെ സെൻഡ് ഓഫ് നടക്കുന്ന സമയത്ത് അവരുടെ ഞങ്ങളുടെ 5 വർഷക്കാലത്തെ ഞങ്ങളുടെ കോളേജിലെ അനുഭവങ്ങൾ പറയുമ്പോൾ ആ വിദ്യാർത്ഥികൾ എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്ഥാപനത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവിസ്മരണീയമായ അനുഭവമായി മാറിയത് ഗുരുപൂജയാണ്. ഗുരുനാഥന്മാരെ വന്ദിച്ചതാണ്, അവരുടെ കാലുതൊട്ട് നമസ്കരിച്ചാണ്, അവരുടെ അനുഗ്രഹ വർഷം ഏറ്റുവാങ്ങാൻ സാധിച്ചതാണ്. അതിൻ്റെ ഉൾപ്പുളകം വളരെ വൈകാരികമായിട്ടാണ് അവർ പറയാറുള്ളത്. അപ്പോൾ അവർ മുതിർന്ന കുട്ടികളും കൂടിയാണ്. അവർക്കത് നൽകിയ വിനമ്രത അതാണല്ലോ സ്വാഭാവികമായി. വിദ്യാഭ്യാസം നൽകേണ്ടത് ഒരാൾക്ക് വിനയമാണ് നൽകേണ്ടത്, സംസ്കാരമാണ് നൽകേണ്ടത്. അപ്പോൾ തലകുനിക്കുക എന്ന് പറയുമ്പം അപമാനത്തോടു കൂടി തലകുനിക്കുന്നത് ശരിയല്ല. പക്ഷേ അഭിമാനത്തോടു കൂടി, അതുപോലെ തന്നെ ആദരവോടുകൂടി തലകുനിക്കുന്നത് എത്ര അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ വിനയം ആ ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത് ആരുടെയെങ്കിലും മുമ്പിൽ തലകുനിക്കുക എന്നുള്ളത് ഒരു അപമാനകരമായിട്ട് അല്ല അവർ കരുതുന്നത്. നേരെ മറിച്ച് അവരത് അഭിമാനകരമായിട്ടാണ് കരുതുന്നത്. പക്ഷേ അത് അർഹിക്കുന്ന ആളുകളുടെ മുമ്പിലാണ് അവർ ആദരവോടുകൂടിയാണ് അവരുടെ തലകുനിക്കുന്നത് എന്നത് അവർക്ക് വളരെയധികം ഹർഷമുളവാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഇതാണെന്ന് ഏകകണ്ഠമായിട്ട് അവർ സംസാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന അധ്യാപകന്മാരാണെങ്കിലും ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അവർക്കെല്ലാവർക്കും അത് നൽകുന്നതെന്നാണ്, അത് നല്ലൊരു അനുഭവമാണ്. അവർക്ക് അവരുടെ മനസ്സിലൊരു പുതിയ സംസ്കാരം ഉണ്ടാവുകയാണ്. മുതിർന്നവരെ ആദരിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ തങ്ങൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ എന്ന വലിയൊരു പാഠമാണ്, ഒരു മാതൃകയാണ് അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അതിലെന്താണ് തെറ്റ്? അതിൽ യാതൊരു തെറ്റുമില്ലല്ലോ. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് നല്ല അനുഭവങ്ങൾ നൽകുന്ന ഇത്തരം ഒരു ശ്രേഷ്ഠമായ വരിഷ്ഠമായ ഒരു പരിപാടിയാണ് വളരെ മ്ലേച്ഛമായ ഭാഷയിൽ ആക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതും എന്നത് ഏറ്റവും അധികം വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ സംസ്കാരത്തിൽ ഇതുണ്ട്. നോക്കൂ, ശ്രീകൃഷ്ണൻ അവതാര പുരുഷനാണ്. നമ്മുടെ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സതീർത്ഥനായിരുന്ന കുചേലനെ, അദ്ദേഹം 7ാം മാളിക മുകളിൽ നിന്ന് തൻ്റെ സതീർത്ഥനായ കുചേലനെ കണ്ടിട്ട് ഓടി വരികയാണ്. ഓടി വന്നിട്ട് അദ്ദേഹം സതീർത്ഥൻ്റെ കുചേലൻ്റെ കാല് കഴുകുകയാണ്. കാല് കഴുകി വന്ദിക്കുകയാണ്. എന്നിട്ട് എടുത്ത് അദ്ദേഹം 7ാം മാളിക മുകളിലേക്ക് അർദ്ധാസനത്തിൽ കൊണ്ടുപോയി ഇരുത്തി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മളത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് കാലത്താണെങ്കിലും ഏത് മഹാഗുരുക്കന്മാരാണെങ്കിലും അവർക്കൊരു ഗുരുവുണ്ട്. ആ ഗുരുനാഥന്മാരെ അവർ വന്ദിച്ചിട്ടുണ്ട്. രാജാക്കന്മാർ ഗുരുക്കന്മാരെ വന്ദിച്ചിട്ടുണ്ട്, ചക്രവർത്തിമാർ ഗുരുക്കന്മാരെ വന്ദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞാൽ വലുത് എന്നാണല്ലോ അർത്ഥം. ആ ഒരു ഭൂശബ്ദസ്തന്ധകാരെ രൂശബ്ദസ്ത നിരോധക അന്ധകാര നിരോധിത്താത് ഗുരുരിത്യഭിധീയതേ എന്നൊരു നിർവചനം പറയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഇരുട്ടിനെ നീക്കുന്ന മഹാശക്തിയാണ് ഗുരു എന്നൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ ഗുരുവിനെ നമ്മൾ പ്രകീർത്തിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ ആ വ്യക്തിയല്ല, അയാളൊരു നിമിത്തം മാത്രമാണ്. നമ്മൾ ഒരാളെ ആദരിക്കുന്നു, ഒരു ഗുരുവായ ഒരാളെ ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പരമ്പരയാണ് ബഹുമാനിക്കുന്നത്. സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പര എന്നാണ്. അപ്പോൾ ഒരു പരമ്പരയുണ്ട്. ആ പരമ്പര ആയിരക്കണക്കിന് വർഷമായി നമ്മുടെ നാട്ടിൽ, നമ്മുടെ വയലാറിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറയുന്നുണ്ട്. അത് ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോ പാന്തപ്രദേശങ്ങളിൽ ആരന്തർമുഖമിരുന്നി പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം എന്ന് വയലാർ വളരെയധികം ആദരവോടു കൂടിയിട്ട് പറയുന്ന ആ ഗുരു പരമ്പര, ആ പരമ്പരയാണ് നമ്മൾ ആദരിക്കുന്നത്. അവരാണ് നമ്മൾക്ക് വേദങ്ങൾ നൽകിയത്, അവരാണ് ഉപനിഷത്തുകൾ നൽകിയത്, അവരാണ് ജ്ഞാനം നൽകിയത്, അവരാണ് നമ്മൾക്ക് ഇതിഹാസങ്ങൾ നൽകിയത്, അവരാണ് നമ്മൾക്ക് പുരാണങ്ങൾ നൽകിയത്, അവരാണ് നമ്മൾക്ക് ഷഡ്ദർശനങ്ങൾ നൽകിയത്. നമ്മുടെ അനന്തമായ ജ്ഞാനപാരാവാരത്തെ മുഴുവനും അവർ ആത്മാന്വേഷണത്തിലൂടെ അവർ സ്വായത്തമാക്കിയ ഈ അറിവ് മുഴുവനും ലോകത്തിന് വേണ്ടി നൽകിയത് അവരാണ്. നമ്മുടെ ആത്മീയ വിജ്ഞാനത്തോടൊപ്പം തന്നെ നിരവധി ഭൗതിക വിജ്ഞാനത്തിൻ്റെ മഹാഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്.
നമ്മളെ പൂർവ്വ പൈതൃകം, ശാസ്ത്ര പൈതൃകം എത്ര മഹത്തരമാണ്. അതൊക്കെ ഈ ഗുരുനാഥന്മാർ നമുക്ക് നൽകിയതാണ്. അപ്പം അത് അങ്ങനെയുള്ള ഗുരു പരമ്പരയാണ് നമ്മൾ ഒരു അധ്യാപകനെ പ്രണമിക്കുന്നതിലൂടെ, ആദരിക്കുന്നതിലൂടെ നമ്മൾ ബഹുമാനിക്കുന്നത്. ആ പരമ്പരയാണ് ആദരിക്കുന്നത്. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഒരു തെറ്റാവുന്നത്? അതെങ്ങനെയാണ് മോശമായൊരു പ്രവൃത്തിയാവുന്നത്? നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ചില ആളുകൾ വിപ്ലവമാണ് എന്ന് പറയുന്നത്, നേരത്തെ സാറ് പറഞ്ഞതുപോലെ വിപ്ലവമാണ് എന്ന് പറയുന്നത് ഈ അപമാനിക്കുന്നതാണ്, ആക്ഷേപിക്കുന്നതാണ്, അവഹേളിക്കുന്നതാണ് വിപ്ലവം. അതാണ് മഹത്തായ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഈ മൂല്യങ്ങളുടെ കുളമറച്ചിലാണ് നടക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന സമൂഹത്തിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ അടിസ്ഥാനപരമായ കാര്യം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് തിരികെ എത്താൻ ഒരു ചെറിയ ഇടവേള അനിവാര്യം. അതിനുശേഷം രാജേഷിലേക്ക് പോകേണ്ടതുണ്ട്. ഈ പല ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ശ്രീ രാജേഷ് നാദാപുരം, അങ്ങ് ആദ്യം മുതൽ തന്നെ ഇരിക്കാൻ. രാജേഷ്, ഇതെന്താണ് എന്ന് വിമർശിക്കുന്നവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ആദ്യം ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, സാറ് പറഞ്ഞു, അതെന്താണ് ആ സങ്കല്പം, എന്താണ് ആ ഒരു ആചാരം എന്ന്, ആ സംസ്കാരം എന്താണെന്ന് ശ്രീ വത്സൻ തില്ലങ്കേരി പറഞ്ഞു. ശ്രീ രാജേഷ് നാദാപുരം. ഈ കഴിഞ്ഞ ജൂലൈ 10 വ്യാസ പൂർണിമ. ജഗദ്ഗുരു വേദവ്യാസന്റെ ജന്മദിനമാണ് ഗുരു പൂർണിമയായിട്ട് ഹിന്ദുക്കള് സഹസ്രാബ്ദങ്ങളായിട്ട് ആരാധിക്കുന്നത്. അപ്പൊ അവിടെയാണ് വ്യാസന്റെ ജന്മദിനം. ആരാണ് വേദവ്യാസൻ? ഇനി നമ്മുടെ പുതിയ വേടന്റെയും കമ്മ്യൂണിസ്റ്റുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു ദളിതനായിരുന്നു എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഇപ്പം ബ്രാഹ്മണ മേധാവിത്വം, ബ്രാഹ്മണന്റെ കാൽ കഴുകുന്നു, അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളാണ് പൊതുവെ ഇവിടെ ഉന്നയിക്കുന്നതെങ്കിൽ വ്യാസോച്ഛിഷ്ടം ജഗൽ സർവം എന്ന് പറയുമ്പോൾ അനാദിയായ വേദത്തെ 4ആയിട്ട് പകുത്ത ആ മഹർഷി, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ മഹാഭാരതവും ഭഗവത്ഗീതയും നമുക്ക് നൽകിയ ആ ഭഗവാൻ വേദവ്യാസന്റെ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കൃഷ്ണദ്വൈപായനൻ എന്നാണ്. കൃഷ്ണൻ കറുത്ത വർണ്ണത്തോടൊത്തവൻ. ഇപ്പൊ നമ്മുടെ നാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കറുപ്പ് കൂടിയാണ്. അപ്പൊ അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിറം കറുപ്പായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് തന്നെ കൃഷ്ണൻ എന്നായിരുന്നു. കറുത്ത വർണ്ണത്തോടൊത്തവൻ ആരോ അവൻ കൃഷ്ണൻ. ഇപ്പൊ രാമനും കൃഷ്ണനുമെല്ലാം കറുത്തവരായിരുന്നു. അപ്പൊ കൃഷ്ണദ്വൈപായനൻ, ദ്വീപിലാണ് അദ്ദേഹം ജനിച്ചത്. സത്യവതി എന്ന മുക്കുവ സ്ത്രീയുടെ മകനാണ് കൃഷ്ണദ്വൈപായനൻ. അദ്ദേഹം വേദങ്ങളെ 4ആയി പകുത്തപ്പോൾ അദ്ദേഹത്തെ വേദവ്യാസൻ, വ്യസിച്ചവൻ എന്ന പേരിലേക്ക് അദ്ദേഹം മാറി. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനം നിശ്ചയിച്ചിട്ട് എല്ലാ വർഷവും നമ്മുടെ ഇംഗ്ലീഷ് മാസം ഈ ജൂലൈ 10 ഭാരതത്തിലെ ഹിന്ദുത്വ അഭിമാനികളായ, ഈ സനാതന ധർമ്മത്തിൽ അഭിമാനിക്കുന്ന, പ്രത്യേകിച്ച് വിദ്യാഭാരതി എന്ന് പറയുന്ന 12,100 പരം സ്കൂളുകളിലൂടെ 40 ലക്ഷം വിദ്യാർത്ഥികളെയും 1.5 ലക്ഷത്തിൽ പരം അധ്യാപകന്മാരെയും ഉൾക്കൊള്ളുന്ന ആ വിദ്യാഭ്യാസ പ്രസ്ഥാനം. എന്റെ 2 മക്കളും പഠിക്കുന്ന വിദ്യാനികേതന്റെ സ്കൂളിലായിരുന്നു. ഒരു കുട്ടി ഇപ്പോഴും വിദ്യാനികേതൻ സ്കൂളിലാണ്. അപ്പൊ അവിടെ പഞ്ചശിക്ഷൻ വിദ്യയുണ്ട്. അതായത് ഭാരതത്തിന്റെ പാരമ്പര്യം, പൈതൃകം, സംസ്കൃതം, യോഗ, ഇതെല്ലാം മുഖ്യധാരാ വിദ്യാഭ്യാസത്തിൽ നിന്നും വിഭിന്നമായിട്ട് അവിടെ പഠിപ്പിക്കുന്നു. ചിലത് സ്റ്റേറ്റ് സിലബസ് ആണ്, CBSE സിലബസ് ആണ്, അങ്ങനെയുള്ള മറ്റ് സിലബസുകളാണ്. അതിനുശേഷം രാവിലത്തെ ഒരു 1/2 മണിക്കൂർ സമയം അവിടെ ഒരു പ്രാർത്ഥനാ സഭയുണ്ട്. അവിടെ കുട്ടികളിൽ ഏറ്റവും നല്ലൊരു ശീലം ഞാൻ കണ്ടത്, കുളിക്കാതെ പ്രാർത്ഥനാ സഭയിൽ പങ്കെടുക്കാൻ കഴിയില്ല. അപ്പൊ രാവിലെ എല്ലാ കുട്ടികളും കുളിച്ചിട്ടേ സ്കൂളിൽ പോകുള്ളൂ. ആ കുളിച്ച് ചെല്ലുന്ന പ്രാർത്ഥനാ സഭയിൽ ആദ്യം ദീപം കത്തിക്കുകയാണ്. അപ്പൊ ദീപജ്യോതി പരം ജ്യോതി, ദീപസ്തുതി. വെളിച്ചമേ നയിച്ചാലും അറിവിന്റെ പ്രതീകമായിട്ട് വെളിച്ചം, ഭൂശബ്ദാന്തകാരസ്യ രൂശബ്ദം നിരോധം. നേരത്തെ വത്സേട്ടൻ പറഞ്ഞു, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് എന്തോ അതാണ് ഗുരു. ഗുരുവിന്റെ പ്രതീകമായിട്ട് നമ്മൾ എല്ലാ ദിവസവും നിലവിളക്ക് വീട്ടിൽ വെക്കുന്നവരാണ്. അപ്പോൾ വെളിച്ചത്തിന്റെ പ്രതീകത്തെയും നമ്മൾ സ്വീകരിച്ചവരാണ് നമ്മൾ ഹിന്ദുക്കൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗുരു പൂർണിമ, വ്യാസ പൂർണിമ സഹസ്രാബ്ദങ്ങളായി ഭാരതത്തിൽ നടത്തുന്നു. ആ മഹത്തായ പാരമ്പര്യത്തെയും പൈതൃകത്തെയും അഭിമാനത്തോടു കൂടി കാണുന്നവർ ആ ദിവസം ഗുരുപൂജയായിട്ട് വിദ്യാഭാരതിയുടെ, കേരളത്തിൽ അതിന് വിദ്യാനികേതൻ എന്നാണ് പേര്. വിദ്യാഭാരതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 12,100 പരം സ്കൂളുകളാണ്. 40 ലക്ഷത്തോളം കുട്ടികളെയും 1.5 ലക്ഷത്തോളം അധ്യാപകന്മാരെയും ഉൾക്കൊള്ളുന്ന ഭാരതത്തിലെ നമ്പർ 1 വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ്. സംഘപരിവാറിന്റെ ഭാഗമാണ്, RSS കുടുംബത്തിന്റെ ഭാഗമാണ്. RSSൽ 100 ജില്ലാ പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പൊ അതിൽ ഒരു പ്രസ്ഥാനമാണ് വിദ്യാഭാരതി. അപ്പൊ വിദ്യാഭാരതിയുടെ സ്കൂളുകളിൽ വർഷങ്ങളായിട്ട് ഗുരുക്കന്മാരെ പൂജിക്കുന്നു. അതിന് നമ്മുടെ ശിവൻകുട്ടി, നമ്മുടെ മന്ത്രി പറഞ്ഞിരിക്കുന്ന വാക്കിതാണ്, കുട്ടികളെ കൊണ്ട് അധ്യാപകന്റെ കാല് കഴിച്ചു എന്ന്. അതല്ല,
പാദപൂജ, പാദനമസ്കാരം, ഗുരുവന്ദനം, ഗുരുപൂജ ഈ വാക്കുകളെയാണ് വളച്ചൊടിച്ചിട്ട് കുട്ടിയെ കൊണ്ട് അധ്യാപകന്റെ കാല് കഴിച്ചു എന്ന് പറയുമ്പോൾ പാദപൂജയും പാദനമസ്കാരവും ഗുരുവന്ദനത്തെയും നിസ്സാരവൽക്കരിക്കുകയും അതിനെ മറ്റൊരു ദിശയിലേക്ക് വഴിവിട്ട് കൊണ്ടുപോകുന്ന ഒരു പരിശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇപ്പൊ കമ്മ്യൂണിസത്തെ സംബന്ധിച്ച് അവരിതേ പറയുള്ളൂ. കാരണം എക്കാലത്തും കമ്മ്യൂണിസം ഹിന്ദു വിരുദ്ധമാണ്. അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണ് എന്ന് പറഞ്ഞ, ശബരിമല തകർക്കുവാൻ പരിശ്രമിച്ച, സരസ്വതി ദേവിയെ നഗ്നയായി വരക്കുന്ന ഭാരതമാതാവിന്റെ കയ്യിലെ കാവ്യ വൈജയന്തി കാണുമ്പോൾ ഒരുപാട് അസ്വസ്ഥതയുണ്ടാകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഗുരുവിനെ പൂജിക്കുന്ന വിദ്യാർത്ഥികളെ അവർ അംഗീകരിക്കില്ല എന്നത് കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ നമ്മുടെ ഇടതുപക്ഷ നിരീക്ഷകന്മാർ കൃത്യമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ ബ്രാഹ്മണ മേധാവിത്വം എന്നൊക്കെ പറയുമ്പോൾ ഒരു ബ്രാഹ്മണൻ ഉണ്ടാകുന്നത് ജന്മം കൊണ്ടാണോ കർമ്മം കൊണ്ടാണോ? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. 4 വർണ്ണങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. നമ്മുടെ വിഷയം അതായത് അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോ ബ്രാഹ്മണനായ ബ്രഹ്മതത്വത്തെ അറിഞ്ഞ ഗുരുനാഥൻ അദ്ദേഹത്തിന്റെ പാദങ്ങളെ പൂജിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആ വിദ്യയുടെ തലത്തിലേക്ക് വരുവാൻ കഴിയും. എല്ലാ കാലത്തും ഗുരുവിനെ പൂജിക്കുകയും ഗുരുവിന് ദക്ഷിണ നൽകുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം. ഗുരുകുല വിദ്യാഭ്യാസം. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലാണ് ശ്രീകൃഷ്ണനും സുധാമാവും അഥവാ കുചേലനും ഒന്നിച്ചു പഠിച്ചത്. അവർ വിറക് ശേഖരിക്കാൻ പോകുമായിരുന്നു. അതായത് ഗുരുനാഥന്റെ ഭാര്യയ്ക്ക് വേണ്ടി അടുക്കളയിലേക്ക് വിറക് ശേഖരിക്കാൻ പോകുമായിരുന്നു. അവർ വെള്ളം കോരുമായിരുന്നു, വേദം പഠിക്കുമായിരുന്നു, അസ്ത്രശസ്ത്ര വിദ്യകൾ പഠിക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ ഗുരുകുല വിദ്യാഭ്യാസമല്ല. രാവിലെ സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം നമ്മുടെ മക്കൾ തിരിച്ചു വരുന്നു. അങ്ങനെ സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അവർക്ക് കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മാത്തമെറ്റിക്സും കിട്ടുന്നുണ്ട്. സബ്ജക്ട് എക്സ്പേർട്ടുകളായ അധ്യാപകന്മാർ വന്നിട്ട് 3/4 മണിക്കൂർ സമയം അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. പക്ഷെ സാംസ്കാരിക മൂല്യം എവിടെയാണ്? എങ്ങനെയാണ് ഒരാളോട് പെരുമാറേണ്ടത്? എന്തിനാണ് രാവിലെ കുളിക്കുന്നത്? എന്തിനാണ് ശരീരവും മനസ്സും വൃത്തിയായി സൂക്ഷിക്കുന്നത്? എന്താണ് എന്റെ പാരമ്പര്യം? എന്റെ പൈതൃകം എന്താണ്? ഭാരതം എന്ന് പറഞ്ഞ എന്റെ മണ്ണിന്റെ പേരിന്റെ അർത്ഥം എന്താണ്? ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഗുരുവന്ദനത്തിലൂടെ എനിക്ക് ലഭിക്കുന്ന പ്രയോജനം എന്താണ്? ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഗുരുപൂർണിമ അഥവാ വ്യാസ ജയന്തി, ഭഗവാൻ വേദവ്യാസന്റെ ജന്മദിനം. രാജേഷ്, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ഒട്ടനവധി ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നിരുന്നു, ഒട്ടനവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ശ്രീ റെജി ലൂക്കോസ്, അങ്ങ് വൈകി അങ്ങേ കാത്തിരിക്കുകയായിരുന്നു. നമസ്തേ, സ്വാഗതം എഡിറ്റേഴ്സ് ചോയ്സിലേക്ക്. ശ്രീ റെജി ലൂക്കോസ്, ഈ പറയുന്ന ആചാരം, അനുഷ്ഠാനം, ഗുരുവന്ദനം ഒന്നും ചെയ്യാൻ ആരെയും നിർബന്ധിച്ചില്ല. 1. 2, എന്തിനാണ് ഇങ്ങനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് അതിൻ്റെ സർവ പവിത്രതയും നശിപ്പിച്ച് നിന്ദിക്കുന്നത് എന്തിനാണെന്ന് ഒറ്റ ചോദ്യം ശ്രീ റെജി ലൂക്കോസ്. അല്ല, ഇത് ആ ചോദ്യത്തിനോട് ചോദിച്ചത് തന്നെ പരിഷ്കൃത കേരളത്തിന് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളതും ബഹുമാനപ്പെട്ട പ്രദീപ് ഒന്ന് ആലോചിക്കണം. ഈ ദുരാചാരങ്ങളും ബ്രാഹ്മണീയ വ്യവസ്ഥകളും അടിമത്വത്തിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്ത ഒരു പാരമ്പര്യമുള്ള നാടാണ് ഈ രാജ്യം എന്ന് പറയുന്നത്. മഹാത്മാ ഗാന്ധി മുതൽ ഇങ്ങോട്ട് കേരളത്തെ പരിശോധന പറയുകയാണെന്നുണ്ടെങ്കിൽ മഹാത്മാ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരുദേവൻ, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ പോലെയുള്ള പരിഷ്കൃത വിദ്യാഭ്യാസ മേഖലകളുടെ പ്രാധാന്യം തൊട്ടറിഞ്ഞ് കേരളത്തിലെ പുതിയൊരു യുഗത്തിലേക്ക് നയിച്ച മഹാത്മാക്കളുടെ പാരമ്പര്യമുള്ള ഈ കേരളവും ഇന്ത്യയും ഇതുപോലെയുള്ള അടിമത്തത്തിന്, ഗുരുവന്ദനം എന്നതിന്റെ പേരിൽ ഇതുപോലെയുള്ള അടിമത്തം, അതായത് അധ്യാപകന്റെ കാല് കഴുകിയാൽ പോരാ, കാല് കഴുകി പൂ വെച്ച് പൂജിക്കണം എന്ന് ഉള്ള അടിമത്തം നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് RSSന്റെ ശാഖയിൽ ചേർന്നതായിരിക്കും. അവിടെ ഇപ്പൊ അവർ അംഗീകരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കേരളം പോലൊരു സംസ്കാര സമ്പന്നമായ ഒരു കേരളത്തിൽ, ഒരു നാട്ടിൽ ഇതുപോലത്തെ അടിമത്തങ്ങൾ, ബ്രാഹ്മണ്യത്തെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള അജണ്ടകളുമായിട്ട് ഒരു ഗവർണർ കേരളത്തിന്റെ രാജ്ഭവനിൽ ഇരിക്കുന്നത് എത്രയും ലജ്ജാകരമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറയുന്ന ബഹുമാനപ്പെട്ട പ്രദീപിന് അത് ബോധ്യം വരും. താങ്കൾക്ക് പിന്നെ അത് ആ രീതിയിൽ അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. കേരളം നേടിയ നേട്ടങ്ങൾ ബോധ്യം ഞാൻ പറയാം, അങ്ങ് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല. അല്ല, ഞാനത് പറയട്ടെ, ഞാനിപ്പോ ചർച്ചയിൽ വൈകി എത്തിയത്. അപ്പം കേരളത്തില് ഇപ്പൊ എന്തെല്ലാം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? കോവിഡ് കാലത്ത് പാത്രം കൊട്ടിയാൽ കോവിഡിന്റെ വൈറസ് ഭയന്നോടും എന്ന് പറഞ്ഞു അത് ഏറ്റുപിടിച്ച കുറെ ആളുകൾ കേരളത്തിലുണ്ട്. മോഹൻലാലിനെ പോലുള്ളവര്. അതുപോലെ തന്നെ ഭാരതാംബയെ കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് വിചിത്രമായ ആചാരങ്ങൾ ഇവിടെ അനുഷ്ഠിക്കാനായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. കേരളത്തിന്റെ പൈതൃകവും സംസ്കാരത്തിലെ ആട്ടി ഓടിക്കാനിച്ച്
ഇവിടെ ഒരു ഹിന്ദുത്വ സംസ്കാരം, അത് ഹിന്ദുത്വ സംസ്കാരം മാത്രമല്ല, ഹിന്ദുത്വ മേധാവിത്വ ബ്രാഹ്മണ സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് കേരളത്തിൽ നടക്കുന്നില്ല. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പ്രയോഗിച്ച് വിജയിച്ചോളൂ, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രശ്നമാണ്, 1984 രൂപ് കൺവർ എന്ന് പറയുന്ന പിന്നെ രാജസ്ഥാനിലെ ജാട്ടുവംശിയായ ഒരു നർത്തകി, ഭർത്താവ് മരിച്ചതിന്റെ 24 വയസ്സേ ഉള്ളൂ. അവർ ചിതയിൽ ചാടി, സതി നിരോധിച്ച് രാജ്യത്ത് ചിതയിൽ ചാടി അവർ മരിക്കേണ്ട ഗതികളുണ്ടായി. അവരെ അങ്ങോട്ട് തള്ളിവിട്ടതാണ്. അതിന് ശേഷം, ദിവസങ്ങൾക്ക് ശേഷം ഈ നിയമം തിരിച്ചു കൊണ്ടുവരണം, അതായത് സതി അനുഷ്ഠിക്കാനുള്ള അവകാശം തിരിച്ചു പിടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ 10,000-കണക്കിന് സ്ത്രീകളെ ഇറക്കി ആ രാജസ്ഥാനിലെ ഹിന്ദുത്വവാദികളുടെ പ്രകടനം നയിച്ചു. നാളുകളിൽ ഈ പറയുന്ന ബ്രാഹ്മണവാദികൾ അല്ലെ ബ്രാഹ്മണവാദികളും ഈ പറയുന്ന പിന്നെ ചാതുർവർണ്ണയത്തെ വിശ്വസിക്കുന്നവർ നാളെ ഇന്ത്യയിലും കേരളത്തിലും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഞങ്ങൾക്ക് സതി അനുഷ്ഠിക്കാനുള്ള അവകാശം പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞു വന്നാലും ഈ അത്ഭുതമില്ല. കാരണം നിങ്ങൾ പടർത്തി വിടുന്ന ഈ ജാതീയ മേധാവിത്വ ഈ വിഷം അതെങ്ങനെയാണ് അധ്യാപകരും നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്? ഗുരുവും പിന്നെ ശിഷ്യനും തമ്മിലുള്ള ബന്ധം പരസ്പര ബഹുമാനത്തിലാണ്, പരസ്പര സൗഹാർദ്ദത്തിലാണ്. അല്ലാതെ അവിടെ കാല് കഴിച്ച്, പിന്നെ അവിടെ ചൂടുവെള്ളത്തിൽ കാല് കഴിച്ച് പൂക്കളർപ്പിച്ച് വൈകി എത്തിയത് കൊണ്ട് ഒരു ചോദ്യം കൂടി ഇതിനോടൊപ്പം ചേരുന്നു. ഇതിനുള്ള മറുപടി പറയാൻ പ്രാപ്തരായ ജ്ഞാനമുള്ള ആൾക്കാർ ഇപ്പോൾ പാനൽ തന്നെയുണ്ട്. ഒന്ന്, അധ്യാപിക വിരമിച്ചപ്പോൾ ഈ യൂണിയൻകാർ സെൻഡ് ഓഫ് കൊടുക്കും. നമ്മുടെ പാലക്കാട്ട് ഒരു കോളേജിൽ കൊടുത്ത സെൻഡ് ഓഫ് ഒരു കുഴിമാടമായിരുന്നു. മഹാരാജാസ് കോളേജിനെ ചൊല്ലി ഊറ്റം കൊള്ളാറുണ്ട്. അവിടെ പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിച്ചു. സർവരും ആദരിക്കുന്ന തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതനായ, ലോകമെമ്പാടും അറിയപ്പെടുന്ന TP ശ്രീനിവാസൻ എന്നൊരു നയതന്ത്രജ്ഞനുണ്ട്. അദ്ദേഹം ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ കോളത്തൂടി നടന്നു പോകുമ്പോൾ, ഞാൻ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പറയുന്നില്ല, ചെള്ളയ്ക്ക് കുത്തുകയും കവിളത്തടിക്കുകയുമാണ് ചെയ്തത്. എന്ത് കോൺഫറൻസിലാണോ അദ്ദേഹം പോയത്, എന്ത് തരം പരിഷ്കാരത്തിന് വേണ്ടി പ്രസംഗിക്കാൻ പോയോ അതേ പരിഷ്കാരം ഇപ്പോൾ നടപ്പാക്കി എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഈ ആധുനിക കേരളത്തിൽ പുരോഗമനപരമായി ചിന്തിക്കുന്നവർ ഗുരുക്കന്മാരുടെ ചെള്ളയ്ക്ക് കുത്തണമെന്നും അധ്യാപകർക്ക് കുഴിമാടം ഒരുക്കണമെന്നും അവരെണീറ്റ് പോകുമ്പോൾ കസേര കത്തിക്കണമെന്നുമാണോ പറയുന്നത്? മറ്റ് ചില കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെയാണോ നമ്മൾ പുരോഗമനവാദികളാകുന്നതും ആധുനിക കേരളത്തിൽ നിന്ന് ഇത്തരം സംസ്കാരങ്ങൾ? പിന്നെ ദുരാചാരം അനാചാരം എന്നൊക്കെ പറയും, ഇതാരും അടിച്ചേൽപ്പിച്ചൊരു സംഗതിയൊന്നുമല്ല. അങ്ങേക്ക് പറയാം, ആ ചോദ്യം നേരിടൂ പ്ലീസ്. ഇതാണോ അങ്ങ് ഉദ്ദേശിച്ച പുരോഗമനം? അല്ല, ഞാൻ പറഞ്ഞതും ഈ ചോദ്യം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം പുരോഗമനവാദത്തിന്റെ പ്രതിഫലനമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ സ്വാതന്ത്ര്യം നേരിടുന്ന കേരളത്തിൽ അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അതിനെ നേരിടും. ഇപ്പൊ കേരളത്തിലെ VC-ക്കെതിരെയും ചാൻസലറായ ഗവർണർക്കെതിരെയും കേരളത്തിലെ വിദ്യാർത്ഥികൾ ഉശിരോടുകൂടി നടത്തുന്ന സമരം എന്തുകൊണ്ടാണ്? ഇത്തരം ദുഷ്ടമായിട്ടുള്ള നീചമായിട്ടുള്ള ഇന്ത്യ അല്ലെങ്കിൽ കേരളം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പിന്നെ പായിച്ചിട്ടുള്ള ദുരാചാരങ്ങളും അശ്ലീല ആചാരങ്ങളും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ ഭൂപടത്തിൽ പാകിസ്ഥാന്റെ ഭൂപടത്തോട് ചേർത്ത് പൂജിക്കുന്ന ഒരു സമ്പ്രദായം, ഇന്ത്യയുടെ രാജ്യസ്നേഹവും ഇന്ത്യയുടെ രാജ്യദ്രോഹത്തെ കുറിച്ചൊക്കെ 40 വട്ടം പറയുന്ന RSSും BJPയും പാകിസ്ഥാൻ എന്ന് പറയുന്ന ശത്രു രാജ്യത്തിനെതിരെ ലോകവ്യാപകമായിട്ട് നമ്മുടെ MP-മാരുടെ ഡെലിഗേറ്റ്സിനെ പറഞ്ഞയക്കുമ്പോൾ ഇവിടെ പാകിസ്ഥാനെ പൂജിച്ചുകൊണ്ട് ആ ഇന്ത്യയുടെ ഭൂപടത്തെ കാവ്യ നിറമാക്കി പിന്നെ രൂപാന്തരപ്പെടുമ്പോൾ നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥി സമൂഹം പുതിയ തലമുറയിലുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്? വിദ്യാർത്ഥികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യും. കേരളത്തിൽ മാത്രമുള്ള വിദ്യാർത്ഥി സമരങ്ങളുള്ളൂ. ഇപ്പൊ പാലസ്തീനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ ലോകത്തിലെ 196ഓളം സർവകലാശാലകളിൽ പ്രകടനം നയിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ പ്രകടനം നയിച്ചവിടെ അമേരിക്കയിലെ നടത്തി, യൂറോപ്പിൽ നടത്തി. അപ്പൊ അവരെല്ലാവരും നിങ്ങൾ ഈ പറയുന്നത് അപരിഷ്കൃതരാണോ? നിങ്ങൾ ഏത് പിന്നെ അളവുകൾ വെച്ചാണ് ഇതിനെ വീക്ഷിക്കുന്നത്? ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ RSSന്റെ പ്രത്യേക അജണ്ട അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ രാജ്യം നേടിയെടുത്ത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്ത് അതിലൂടെ നേടിയെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെയും പരിഷ്കൃതത്തിന്റെയും രൂപഭാവങ്ങളെ മുഴുവൻ അപമാനിച്ചുകൊണ്ട് ഇതുപോലെയുള്ള അധ്യാപകന്റെ കാല് കഴുകുക എന്ന് പറയുന്നത് നിങ്ങൾ എവിടുന്ന് ഉദ്ധരിക്കുകയാണെന്നുള്ളത് അതിന്റെ ശരി? അത് തെറ്റല്ലേ? അധ്യാപകനും ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗുരുകുല സമ്പ്രദായത്തെ കുറിച്ചും ഗുരുക്കളെ കുറിച്ചൊക്കെ ശ്രീനാരായണ ധാരാളം എഴുതിയിട്ടുണ്ട്. ഞാൻ അത്ര വലിയ പാണ്ഡിത്യമുള്ള ആളെങ്കിൽ ഞാൻ വായിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സൗഹൃദമാണ് വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ എന്ന് പറഞ്ഞിരിക്കുന്നത്. അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് അതാണ്. മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് അതാണ്. അങ്ങനെ അത് തന്നെയാണ് ചാവറ കുര്യാക്കോസ് ശൈലേശനും പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് അങ്ങയിലേക്ക് പറയാം. ഈ പറഞ്ഞതെല്ലാം പറഞ്ഞു കഴിച്ചാണ്, ഇതെല്ലാം അങ്ങ് പറഞ്ഞു കഴിഞ്ഞതാണ്. അങ്ങയിലേക്ക് തിരികെ എത്താം. ശ്രീ വത്സൻ തില്ലങ്കേരി, ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? ഈ കേരളം ഇത് അംഗീകരിക്കുമോ?
അടിച്ചേൽപ്പിക്കുകയാണോ ഹിന്ദുത്വ അജണ്ട, അടിച്ചേൽപ്പിക്കുകയാണോ RSS അജണ്ട, അതും ഗവർണറുടെ നേതൃത്വത്തിൽ? എവിടേക്കൊക്കെ അദ്ദേഹം പോയി എന്നുള്ളത് കുറേയൊക്കെ ഞാൻ കുറിച്ച് വെച്ചു. അനാചാരം, ദുരാചാരം, 54 വിദ്യാർത്ഥി സമരം എന്നൊക്കെ പറഞ്ഞു. ശ്രീ വത്സത്തിലക്കേരി, വത്സേട്ടൻ പറയാം. അല്ല, അതിൽ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഈ ഭാരതീയ സംസ്കാരത്തെയും നമ്മുടെ മഹത്തായ പൈതൃകത്തെയും മൂല്യങ്ങളെയും എല്ലാം ഇവർ തള്ളിപ്പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ തള്ളിപ്പറഞ്ഞാൽ മാത്രമേ ഇവർ നശിച്ച് നാറാണക്കല്ല് തോണ്ടൂ. ഇവർക്ക് ആത്മപരിശോധന നടത്താൻ സാധിക്കുമെങ്കിൽ അവർ ആത്മപരിശോധന നടത്തുകൊണ്ട് ഞങ്ങളെങ്ങനെ ഇങ്ങനെയായി എന്നവരൊന്ന് ചിന്തിക്കണം. അവർ ഒരു കാലത്ത് ആഫ്റ്റർ നെഹ്റു EMS എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. 50കളിൽ അതായിരുന്നു അവസ്ഥ. ഭാരതം മുഴുവൻ എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ അവസ്ഥ? ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൻ്റെ ശക്തി എത്രമാത്രം ഉണ്ടായിരുന്നു? മുംബൈയിൽ എത്രയായിരുന്നു? തെലങ്കാനയിൽ എത്രയായിരുന്നു? ബംഗാളിൽ എത്രയായിരുന്നു? ഇവിടെയൊക്കെ അതിശക്തമായി, ബീഹാറിൽ എല്ലായിടത്തും അതിശക്തമായ ഒരു പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നതല്ലേ? ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഇതുപോലെ ഈ കേരളത്തിൽ മാത്രം ഇതുപോലെ ഗോഗോ വിളിക്കാനും അധ്യാപകന്മാരുടെ കരണത്തടിക്കാനും, ഇപ്പോൾ ഇന്ന് എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു. അതിലൊരു സുഹൃത്ത്, ആ സുഹൃത്തിൻ്റെ കാല് 2ഉം ഇവർ വെട്ടിമുറിച്ച് അടുത്ത പറമ്പിലേക്ക് എറിഞ്ഞതാണ്. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം ഇന്ന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ട് രാജ്യസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം അദ്ദേഹത്തിൻ്റെ ഈ കാല് മുറിച്ച ആളുകളുണ്ടല്ലോ, അവരുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചിട്ട് അവർ ജയിലിൽ പോകേണ്ടതും അതേ ദിവസം തന്നെയാണ്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ മറ്റൊരു അടുത്ത സുഹൃത്തുണ്ട്, അദ്ദേഹം തന്നെയാണ്. ആ അധ്യാപകനെ ഇവർ ക്ലാസ് മുറിയിലിട്ട് കുട്ടികളുടെ മുമ്പിൽ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിലിട്ടിട്ട് കഷ്ണമായി നുറുക്കി കൊന്നാണ്. 6ാം ക്ലാസ് BL കണക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനെ നിങ്ങൾ രാജസ്ഥാനിലും രൂപ് കൺവാറിലും ഏതോ കാലത്തെ കാര്യം പറയുന്നത് എന്തിനാണ്? ഈ കേരളത്തിലുണ്ടല്ലോ ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ക്ലാസ് മുറിയിലിട്ട് അധ്യാപകനെ കൊല്ലുന്നത് അത് പുരോഗമനമാണ്. ഈ അധ്യാപകൻ്റെ കാല് മുറിച്ച് എറിയുന്നത്, കൈവെട്ടിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, നമ്മളെല്ലാവരും അതിനെ ശക്തമായി അവലോകിക്കാറുണ്ട്. 2 കാല് മുറിച്ചതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ മനുഷ്യൻ ഇന്നും 2 കാലില്ലാതെ ജീവിക്കുകയാണ്. എന്ത് കുറ്റം ചെയ്തിട്ടാ ഒരു അധ്യാപകനോട് കാണിച്ചാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവർ നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ പൈതൃകത്തെ, പാരമ്പര്യത്തെ ഏകപക്ഷീയമായി അവർ തള്ളിപ്പറയാണ്. ഇവിടെ ഒരു സ്കൂളിൽ, ഒരു വിദ്യാലയത്തിൽ, കോഴിക്കോട് ഒരു വിദ്യാലയത്തിൽ, അദ്ദേഹത്തിൻ്റെ ഒരു എയ്ഡഡ് വിദ്യാലയം, ആ വിദ്യാലയത്തിൽ അദ്ദേഹം ഒരു കെട്ടിടം പണിതു. മാനേജർ സ്വന്തം പറമ്പിൽ സ്വന്തം കാശെടുത്ത് ഒരു മനോഹരമായ കെട്ടിടം പണിതു. 4-5 ക്ലാസ് മുറികളുടെ കെട്ടിടം പണിതു. അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ക്ലാസ്സൊന്നും തുടങ്ങിയിട്ടില്ല, അദ്ദേഹം അവിടെ ഒരു ഗണപതി ഹവനം നടത്തി. അത് നമ്മുടെ നാട്ടിലെ ആചാരമാണ്. നമ്മുടെ നാട്ടിൽ കപ്പൽ നീറ്റിലിറക്കുന്ന സമയത്ത് തേങ്ങ കൊടുക്കുന്നില്ലേ? നമ്മൾ എന്തൊക്കെ ഇതുപോലെ ചടങ്ങുകൾ നടക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മളൊരു പാരമ്പര്യമാണ്. ഇതൊന്നും മതമല്ല, ഇത് നമ്മളെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ സംകൃത്കരണ എന്ന ധാതുവിൽ നിന്നാണ് സംസ്കാരം എന്ന പദം ഉണ്ടാകുന്നത്. അതിൻ്റെ അർത്ഥം അലങ്കാരമാണെന്നാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണോ ആടയാഭരണങ്ങൾ ഒരു അലങ്കാരവും സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നത്, അതുപോലെ മനുഷ്യ സമൂഹത്തിന് ആ സമൂഹ ഗാത്രത്തിൽ സൗന്ദര്യം നൽകുന്നതാണ് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു സഹോദരി പുത്രനുണ്ട്, 4 വയസ്സേ ഉള്ളൂ അവന്. അവൻ രാവിലെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ രാവിലെ കുടി കഴിഞ്ഞതിന് ശേഷം വന്ന് എൻ്റെ കാലിൽ തൊട്ട് നമസ്കരിക്കാറുണ്ട്. റെജി ലൂക്കോസിൻ്റെ ഭാഷയിൽ അത് വളരെ പ്രാകൃതമാണ്, അടിമത്തമാണ്, സ്വാതന്ത്ര്യ നിഷേധമാണ്, ഇതൊക്കെയാണ്. ഞാൻ എൻ്റെ മരുമകൻ എൻ്റെ കാലിൽ തൊട്ട് നമസ്കരിച്ച് ഞാൻ അവൻ്റെ മൂർധാവിൽ കൈവച്ച് അവനെ വിദ്യാലയത്തിലേക്ക് വിടാറുണ്ട്. എത്ര സന്തോഷത്തോടു കൂടിയാണ് അവൻ ഓടി വന്ന് ആ കാല് തൊട്ട് നമസ്കരിക്കുന്ന അറിയോ? അവൻ്റെ സന്തോഷം ഞാൻ കെടുത്തണോ? നാളെ മുതൽ ഞാനത് നിഷേധിക്കണോ? അത് അടിമത്തമാണ് എന്ന് പറയണോ? എന്ത് ഭ്രാന്താണ് ഇവർ പറയുന്നത്? ഏത് രീതിയിലാണ് ഇവർ പറയുന്നത്? ഇവർക്ക് ആ ഗണപതി ഹോമം നടത്തിയ അധ്യാപകനെതിരെ കേസെടുത്ത് ജയിലടച്ചില്ലേ ആ മാനേജർക്കെതിരായിട്ട്? നിങ്ങൾ ഇതൊക്കെ ഏകപക്ഷീയമായിട്ട് ഒരു വിഭാഗത്തിനെതിരായിട്ട് അവരുടെ സംസ്കാരവും വിശ്വാസവും ഒക്കെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എത്ര കാലമായി നിങ്ങൾ നടക്കുകയാണ്? നിങ്ങൾ ബാക്കിയുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, നിങ്ങൾ ക്ഷേത്രത്തിനെതിരായിരുന്നല്ലോ. ആ ക്ഷേത്രത്തിന് എതിരായിരുന്ന നിങ്ങൾ, ആ അമ്പലം എന്നാൽ അത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിരുന്ന ആളുകൾ, ആ അമ്പലം പൊളിച്ച് കപ്പ വെക്കണമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഭരിക്കാനൊക്കെ വരുന്നുണ്ടല്ലോ. ആരാ തെറ്റ് തിരുത്തിയത്? ആരുടെ ഭാഗത്താണ് ശരി? ആര് പറഞ്ഞാണ് ശരിയായത്?
നിങ്ങൾ നിലവിളക്ക് കത്തിക്കാറുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം നിലവിളക്ക് കത്തിക്കാത്ത സഹാക്കന്മാരുണ്ടോ? എന്തുകൊണ്ട് ആരാ തിരുത്തിയത്? ആരാ ഈ ക്ഷേത്രഭരണം ഇപ്പം നടത്തുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിട്ട് എല്ലാ സഹാക്കന്മാരും ക്ഷേത്രത്തിൽ പോയിട്ട് അമ്പലം ഭരിക്കണം തീരുമാനിച്ചല്ലോ. അമ്പലം പൊളിക്കണം എന്ന് പറഞ്ഞ ആളുകൾ എങ്ങനെ അമ്പലം ഭരിക്കാൻ വേണ്ടി വരുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണത്? ആരാ തോറ്റത്? ആരാ ജയിച്ചത്? ഈ ആധ്യാത്മികതയാണ് ഇവിടെ ജയിക്കുന്നത്. നിങ്ങളുടെ ഭൗതികവാദവും വരട്ട് തത്വവാദവും അതൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് ജനങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്, ലോകവ്യാപകമായി വലിച്ചെറിഞ്ഞു. ഇതൊന്നും ജനങ്ങൾ സ്വീകരിക്കുന്നില്ല, തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ഗംഗാ തല ഹൃദയ ഭൂമിയിൽ ഈ ഭാരതത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സീറ്റിൽ പോലും മത്സരിക്കാൻ നിങ്ങൾക്ക് ആളെ കിട്ടാത്ത എന്തുകൊണ്ടാണ്? ഈ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ ഒരു കോർപ്പറേഷനിൽ ഒരു സീറ്റിൽ മത്സരിക്കാൻ ആളെ കിട്ടാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇതൊക്കെ തള്ളിപ്പറയുന്നുകൊണ്ടാണ്. ഇവിടുത്തെ വിശിഷ്ടമായ ഏറ്റവും വിശിഷ്ടമായ ഇവിടുത്തെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളേക്ക് നിങ്ങൾ തള്ളിപ്പറയുന്നുകൊണ്ടാണ്. നിങ്ങൾ ഒറ്റപ്പെടുകയാണ്, നിങ്ങളെ ജനങ്ങൾ വലിച്ചെറിയുകയാണ്. നിങ്ങൾ പുരോഗമനം പറയുന്നു, പുരോഗമനത്തിൻ്റെ അളവുകൾ നിങ്ങളുടെ കയ്യിലാണുള്ളത്. നിങ്ങളാണല്ലോ ഇതിൻ്റെയൊക്കെ മാനദണ്ഡം നിങ്ങൾക്കാണല്ലോ. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ കൊടുമ ചെയ്യുന്ന നിങ്ങളാണ് പുരോഗമനവാദികൾ എന്നാണ് നിങ്ങൾ പറയുന്നത്. വാസ്തവത്തിൽ ഇത് ഈ രീതിയിലുള്ള ആക്രമണം എന്ന് പറയുന്നത് ഹിന്ദു വിശ്വാസത്തിനെതിരായി, ഹിന്ദു ആചാരത്തിനെതിരായിട്ടുള്ള ഒരു വലിയ തുറന്ന യുദ്ധമാണ് നിങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ സംസ്കാരത്തെ മതത്തിൻ്റെ തലത്തിലേക്ക് താഴ്ത്തിയിട്ട് അത് വർഗീയമെന്ന് ആക്ഷേപിച്ചിട്ട് ജനങ്ങളുടെ വിശ്വാസത്തെ തകർത്തിട്ട് ആ വിശ്വാസത്തെ തകർത്ത മനസ്സിലുണ്ടാകുന്ന ശൂന്യതയിൽ കടന്നു കയറിയിട്ട് ഇവിടെ കേരളം പിടിച്ചടക്കാം, ഭാരതം പിടിച്ചടക്കാം എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ഇത്രയും കാലം ഇത് ചെയ്തത്. പക്ഷെ നിങ്ങൾ തോറ്റ അമ്പി. നിങ്ങൾ തള്ളിപ്പറഞ്ഞതിനൊക്കെ ഗാഢാശ്ലേഷം ചെയ്യേണ്ട സ്ഥിതിവിശേഷം നിങ്ങൾക്കുണ്ടായി. ഇപ്പം എന്താ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത്? ഞങ്ങൾ വിശ്വാസത്തിനെതിരല്ല, ഞങ്ങൾ അതിന് അനുകൂലമാണ്, ഞങ്ങളിലും വിശ്വാസികളുണ്ട്, ഞങ്ങൾ ശബരിമലക്ക് പോകും. എന്താ ഗോവിന്ദ മാഷ് പറഞ്ഞത്? ശബരിമലയിൽ അരിവാൾ പെട്ടിയുടെ ഒരു പെട്ടി വെച്ച് കഴിഞ്ഞാൽ, കോടിയേരിയും പറഞ്ഞാണ്, അവിടെ ഭക്തന്മാർ പോയി കഴിഞ്ഞാൽ സഖാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ ശബരിമലയിലേക്ക് പോകുന്നതാണ്. അതൊരു വലിയ വിജയമായി നിങ്ങൾ മേനി നൽകുകയാണ്. അവിടെ പോകരുതെന്ന് പറഞ്ഞാൽ മാറിയിട്ട് അവരെ പുറത്താക്കിയ, കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയ ആളുകൾ ഇപ്പോൾ ശബരിമലയിൽ പോകുന്നത് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹാക്കന്മാരാണ്, ഡിവൈഎഫ്ഐക്കാരാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തോറ്റമ്പി. നിങ്ങളുടെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമൊക്കെ ജനങ്ങൾ തകർച്ചും നിങ്ങൾ അണികൾ പോലും അത് സ്വീകാര്യമല്ല എന്നല്ലേ പറയുന്നത്? നിങ്ങൾ എല്ലാ കാലത്തും ഇങ്ങനെ എതിർത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഇപ്പോൾ അവസാനം അവശേഷിച്ചിരിക്കുന്ന ഈ കേരളത്തിലെ ഒരു മൂലയിൽ നിന്നും നിങ്ങൾ ബഹിഷ്കൃതരാകും, അറബിക്കടലിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇതൊക്കെ അടിമത്തമാണ് പോലും. ഇത് അടിമത്തമാണെന്ന് ആരാണ് ഇത് അടിമത്തമാണെന്ന് പറയുന്നത്? ഓ, വലിയ സ്വാതന്ത്ര്യമാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്തൊക്കെ. എങ്ങനെയുണ്ട് ഉത്തര കൊറിയ? ഗംഭീര സ്വാതന്ത്ര്യമല്ലോ. ചൈനയതാ സ്വാതന്ത്ര്യത്തിൻ്റെ അരിപ്രാവുകളെ അങ്ങനെ പറപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവിടുത്തെ വിദ്യാലയങ്ങളിലൊക്കെ, അവിടുത്തെ കലാലയങ്ങളിലൊക്കെ, അവിടുത്തെ പണിശാലകളിലൊക്കെ. എന്ത് സ്വാതന്ത്ര്യമാണ് അവിടെയുള്ളത്? ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത്, നിങ്ങൾ പറയുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഈ പറയുന്ന സ്വാതന്ത്ര്യമുണ്ടോ? ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുന്ന ഈ നാട്ടിൽ രക്ഷിതാവും കുട്ടിയും സ്വമേധയാ സ്വീകരിക്കുന്ന കാര്യം അതിനെ ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് ആരാ അവകാശം തന്നിരിക്കുന്നത്? ഈ ഭരണഘടന, രാജ്യത്തിൻ്റെ ഭരണഘടന ഏത് വിശ്വാസം അനുസരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്? ഭരണഘടന അത് അനുമതി നൽകിയിട്ടുണ്ട്. നിങ്ങളെങ്ങനെയാണ് അധിക്ഷേപിക്കുന്നത്? എൻ്റെ വിശ്വാസത്തെ ആക്ഷേപിക്കാൻ നിങ്ങൾക്കെന്താ അധികാരം? നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, എനിക്ക് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസം ആചരിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും എനിക്ക് അവകാശമുണ്ട്. അതിനെ ബോഷ്കാണെന്ന് പറയാൻ, അതിനെ തെറ്റാണെന്ന് പറയാൻ, അതിനെ ആക്ഷേപിക്കാൻ നിങ്ങൾക്കാരാ അധികാരം തന്നിരിക്കുന്നത്? എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വരെ കൈവെക്കാൻ നിങ്ങൾക്കെന്താ അവകാശമുള്ളത്? അതുകൊണ്ട് ഇത് നമ്മുടെ ഭരണഘടന നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിനു മേലെയുള്ള കുതിരകയറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ഹിന്ദുക്കളുടെ മേലെ മാത്രമാണ്, അത് ഭാരതീയ സംസ്കൃതിയുടെ മേലെ മാത്രമാണ്, നമ്മുടെ പവിത്രമായ മൂല്യങ്ങൾക്ക് നേരെ മാത്രമാണ്. അതിവർ തുറന്നു വന്നതിനെ തുടർന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപ്പുവെച്ച കലം പോലെയായത്, നശിച്ച് നാരായണക്കല്ല് തോണ്ടിയത്. അതുകൊണ്ട് നിങ്ങൾ ഈ സംസ്കൃതി എതിർക്കുമ്പോൾ, നിങ്ങൾ ഈ മൂല്യങ്ങൾ എതിർക്കുമ്പോൾ ഞങ്ങൾ ആഹ്ലാദിക്കുകയാണ്. നിങ്ങൾ എതിർത്തുകൊണ്ടേയിരിക്കണം, നിങ്ങൾ നശിച്ചുകൊണ്ടേയിരിക്കണം. അവശേഷിക്കുന്നതും കൂടി ഈ കേരളത്തിൽ നിന്നും കൂടി ഇല്ലാതായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള സംസ്കാര ധ്വംസനം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ശ്രീ വത്സൻ തിലകേരി, ഞാൻ അങ്ങയിലേക്കും തിരിച്ചെത്താം. ശ്രീ റെജി ലൂക്കോസ്, ഇതിനോടൊപ്പം അങ്ങ് മറുപടി പറയേണ്ടതുണ്ട്. ഞാനൊന്ന് രാധാകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് ഒന്ന് പോയി വരട്ടെ. സാർ, വിദ്യാർത്ഥികൾക്ക് മേൽ കാൽ കഴുകൽ അടിച്ചേൽപ്പിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വിപ്ലവ പ്രസ്ഥാനങ്ങൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം തച്ചുടയ്ക്കുന്നു. അതിൽ കൂടുതൽ ഞാൻ പറയണോ സാർ? വേണ്ട. ഞാൻ റെജി ലൂക്കോസ്, ബഹുമാനായ റെജി ലൂക്കോസ് പറഞ്ഞത് ഞാനും കേട്ടു. അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാം. അദ്ദേഹം പറഞ്ഞേ, ഈ അധ്യാപകരുടെ കാല് വിദ്യാർത്ഥികൾ കഴുകുന്നത് അശ്ലീലമാണ് എന്ന് പറഞ്ഞു.
അതായത് കാല് ആരുടെയെങ്കിലും കഴുകുന്നത് അശ്ലീലമാണ് എന്ന് ധ്വനി. എനിക്ക് റെജി ലൂക്കോസിനോട് ചോദിക്കാനുള്ളൊരു കാര്യം, ഈസ്റ്ററിൻ്റെ തലേന്ന് ലോകത്തെമ്പാടുമുള്ള കത്തോലിക്ക പള്ളികളിലെ മതമേലധ്യക്ഷന്മാരും പുരോഹിതരും എല്ലാവരും വിശ്വാസികളുടെ കാല് കഴുകി ചുംബിക്കാറുണ്ട്. യേശുദേവൻ നടത്തിയ മഹായത്നത്തിൻ്റെയും മഹാത്യാഗത്തിൻ്റെയും ഒക്കെ ഒരു സൂചകമായി അവരതിനെ എടുത്ത് കാണുകയാണ്. അതും കാല് കഴുകലായതിൻ്റെ കൊണ്ട് അങ്ങ് അതിനെ അശ്ലീലം എന്ന് വിശേഷിപ്പിക്കില്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ കരുതുന്നു. പിന്നെ അധ്യാപകരുടെ കാല് വിദ്യാർത്ഥികൾ കഴുകി അതിൽ അവർ പൂക്കളർപ്പിച്ചുകൊണ്ട് ആദരിക്കുന്നു എന്നത് അശ്ലീലമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ, ബഹുമാന്യനായ റെജി ലൂക്കോസ്, അശ്ലീലം എന്നതുകൊണ്ട് അങ്ങ് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. കാരണം എന്താണ് ശ്ലീലം, എന്താണ് അശ്ലീലം എന്നുള്ള കാര്യത്തിൽ അത് എന്തുകൊണ്ടാണ് എന്ന് അങ്ങ് പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ. സാറിനോട് ഒരു സെക്കൻഡ്, ഞാൻ വേറൊന്നുമല്ല, ഞാൻ അശ്ലീലം എന്ന് പറഞ്ഞ അശ്ലീല ആചാരങ്ങൾ തിരിച്ചുകൊണ്ടിരുന്നാ പറഞ്ഞേ, അല്ലാതെ സാറിനെ പോലെയാണ് ഞാൻ പറയാത്ത കാര്യങ്ങൾ പറയരുത് ദയവായിട്ട്. കാരണം ശരി 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 സാർ മറുപടി പറയും. ശരി, അതാണെങ്കിൽ അശ്ലീല ആചാരം അങ്ങയുടെ വിശദീകരണം തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കുകയാണ്. അശ്ലീല ആചാരത്തിൽ അശ്ലീലം ഉണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ചോദിക്കും, റെജി ലൂക്കോസെ, മരിച്ചു കിടന്ന് പോയ രക്തസാക്ഷിയുടെ അടുത്ത് ചുറ്റി നിന്നിട്ട് നിങ്ങൾ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമില്ലേ റെജി, ഓർക്കുന്നുണ്ടോ? രക്തസാക്ഷി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ശുദ്ധ കളവല്ലേ ആ പറയുന്നത്? അയാൾ മരിച്ചു കഴിഞ്ഞു, രക്തസാക്ഷി ആയവൻ. അതിനി ജീവിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. നിങ്ങൾ ശാസ്ത്രവാദികളാണ്, ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ആ ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് സർ ഈ രക്തസാക്ഷി ആയതുകൊണ്ട് അയാൾ മരിക്കില്ല, ഞങ്ങളിലൂടെ ജീവിക്കുമെന്ന് പറയാൻ കഴിയുന്നത്? ഞാൻ ആ ആചാരത്തിനും എതിരല്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ വീട്ടിലും ബാക്കി സ്ഥലങ്ങളിലും എല്ലാം വിശ്വാസികളാണെങ്കിൽ അവരുടെ മതത്തിൻ്റെ പ്രാർത്ഥനകളുണ്ടായിരിക്കും. ഇപ്പോൾ ഈ റെജി ലൂക്കോസിൻ്റെ സമുദായത്തിലാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ എന്ന വളരെ അർത്ഥഗർഭമായ പ്രാർത്ഥന അവിടെ പാടുന്നത് കേൾക്കാൻ കഴിയും. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അവിടെ പോയിട്ട് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നതാണ് കാണിക്കാറുള്ളത്. അത് അവരുടെ ആചാരമാണ്. ആ ആചാരം അവരായിക്കോട്ടെ. ഈ ആചാരങ്ങളുടെ എല്ലാം യുക്തിയും അതിൻ്റെ സ്നിഗ്ധതയും തേടിപ്പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനാചാരമുള്ളത് രാഷ്ട്രീയ പാർട്ടികളിലാണെന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ലാതെ വരും റെജി. ആചാരങ്ങളിൽ മനുഷ്യൻ ജീവിക്കുന്നത് ആചാരങ്ങളെ കൊണ്ടുകൂടിയാണ്. അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പമേ വേണ്ട എന്നല്ല അർത്ഥം. അപ്പവും വേണം, മറ്റു പലതും വേണം എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതവും നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പും സാമൂഹികമായ ഒട്ടനവധി ആചാരങ്ങളുണ്ട്. ഈ ആചാരങ്ങൾ ആരുടെയെങ്കിലും അവകാശത്തെ ധ്വംസിക്കുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. ഈ ആചാരങ്ങൾ ആരുടെ ഈ നമ്മുടെ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം. ഇത് രണ്ടുമില്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ അനുസരിച്ചിട്ട് ഈ മതപരമാണെങ്കിൽ പോലും ഈ ആചാരം അനുവദനീയമാണ് റെജി. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും തരുന്നൊരു കാര്യമല്ലേ. ആ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ഇതുകൂടിയുണ്ട്. അങ്ങ് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞു. ആ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് കുമാരനാശാൻ എഴുതിയ കവിതയുണ്ട് ഗുരു ആരാണെന്ന് ചോദിച്ചുകൊണ്ട്. അതിലാണ് ഞാൻ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് ഉദ്ധരിച്ചാണ്. എന്നാലും അങ്ങ് അപ്പോൾ ഉണ്ടാകാത്തതുകൊണ്ട് ഞാൻ വീണ്ടും പറയാം. ആരായുകിൽ അന്ധത്വം ഒഴിച്ച ആദി മഹസ്സിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന് കുമാരനാശാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ശ്രീനാരായണ ഗുരു ഇതിനെയൊക്കെ എതിർത്തിരുന്നു എന്ന് അങ്ങ് വെറുതെ പറയരുത്. പിന്നെ അങ്ങ് പറഞ്ഞത് ആരുടെ കാര്യമാണ്? ചാവറ പിതാവിൻ്റെ കാര്യമാണ്. ചാവറ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഗുരുപൂജ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹം തനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ ഗുരുശ്രേഷ്ഠന്മാരെയും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ സാക്ഷ്യം പറയുന്നു. തനിക്ക് മുൻപുണ്ടായിട്ടുള്ള എല്ലാ ഗുരുശ്രേഷ്ഠന്മാരെയും ആദരവോടുകൂടി അഭിമാനത്തോടുകൂടി കണ്ടിരുന്ന ഒരു മഹാമനീഷിയാണ് അദ്ദേഹം. അദ്ദേഹം ഒന്നും ഈ സംസ്കാരത്തെയോ ഈ പാരമ്പര്യത്തെയോ തള്ളി പറഞ്ഞിട്ടില്ല.
അതിനെ തള്ളി പറയാനും കഴിയില്ല. ശിഷ്യന് ഗുരുവിനെ പോലെ ആകുന്നത് മതി എന്നാണ് റെജി ബൈബിളിൽ എഴുതി വച്ചിട്ടുള്ളത്. ആ ഗുരുവിനെ പോലെ ആകുന്നൊരു ശിഷ്യനെ സങ്കല്പിക്കുകയും ആ ശിഷ്യൻ, ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പറയാം. ഞാൻ ഈ 8ാം ക്ലാസ്സിൽ എത്തുന്നത് വരെ എനിക്ക് ഗണിതശാസ്ത്രം വലിയ പ്രശ്നമായിരുന്നു. അപ്പോഴാണ് ദൈവം നിയോഗിച്ച പോലെ 2 അധ്യാപകർ വന്ന്, 2 അധ്യാപികമാർ. ഒരാളുടെ പേര് പുഷ്പം ഡേവിസ്, ടീച്ചർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. മറ്റൊരാൾ ജീവിച്ചിരിക്കുന്നുണ്ട്, ബേബി കമലം. ഇവർ 2 പേരും ഈ ഗണിതശാസ്ത്രം പഠിപ്പിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്കും ഗണിതശാസ്ത്രം മനസ്സിലാകുമെന്ന്. ആ ഗണിതശാസ്ത്രം മനസ്സിലാകുന്ന നിമിഷം എനിക്ക് തന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ആനന്ദത്തിൻ്റെ നിമിഷമായിരുന്നു അത്. ആ ആനന്ദം അനുഭവിക്കുന്ന ഒരാൾ ടീച്ചർമാരെ കാണുന്ന സമയത്ത് അവരുടെ കാലിൽ നമസ്കരിക്കാറുണ്ട്. ഞാൻ തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോഴും ടീച്ചർ എനിക്ക് വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചേ ഞാൻ ചോദിച്ചില്ല. ഞാൻ പോയിട്ട് ടീച്ചറുടെ പാദത്തിൽ നമസ്കരിക്കും. എന്നെ ഫിലോസഫി പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട്, രാജലക്ഷ്മി ടീച്ചർ. എന്നോട് വലിയ വാത്സല്യമാണ് ആ ടീച്ചർക്ക്. ആ ടീച്ചറെ യാദൃച്ഛികമായിട്ട് ഞാൻ BTH വെച്ച് ഒരു യോഗത്തിൻ്റെ നടുക്ക് വെച്ച് കണ്ടപ്പോഴും ഞാൻ ആ പരസ്യമായിട്ട് ആ ടീച്ചറുടെ കാലിൽ നമസ്കരിച്ച് അനുഗ്രഹം തേടി. ഇത് ഒരു സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്. ആ സംസ്കാരത്തേക്ക് അശ്ലീലമാണ് എന്ന് വിധിക്കുന്നത് നമ്മൾ അതിര് കടന്ന ഒരു പദപ്രയോഗമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊന്നും പറയാത്ത ഇനി പുരോഗമനം എന്ന് പറഞ്ഞ് മലയാളി നിങ്ങൾ ഈ കരുതുന്ന രീതിയിൽ പുരോഗമനം കൈവരിച്ചിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. ഈ കരുതുന്ന രീതിയിൽ പുരോഗമനം കൈവരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് എന്നുണ്ടെങ്കിൽ ദൈവത്തെയും മതത്തെയും ഒക്കെ നിരാകരിക്കുന്ന ഒരു രാജ്യമാണ് എന്ന്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാണ് എന്ന് അങ്ങ് സമ്മതിക്കുന്നില്ലല്ലോ. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിനുള്ള അവകാശമുണ്ട്. അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ചോദിച്ചത് ആ വിളക്കിന് പിന്നിലിരിക്കുന്ന ആളാണോ ഗുരുവായൂരപ്പനെന്ന് ചോദിച്ചു. അത് സത്യത്തിൽ കോടാനുകോടി വിശ്വാസികളെ അവഹേളിക്കുകയാണെന്നുള്ള കാര്യത്തിൽ വല്ല സംശയമുണ്ടോ റിജിക്ക്? പക്ഷേ അത് മലയാളി സഹിച്ചു. എന്താ കാര്യം എന്ന് വെച്ചാൽ അത്തരത്തിൽ ദൈവവിരുദ്ധവും മനുഷ്യവിരുദ്ധം എന്നുവരെ പറയാവുന്ന തരത്തിലുള്ള ഒരാശയം മനസ്സിൽ സൂക്ഷിക്കാനും അത് തുറന്നു പറയാനും അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഇനി റെജി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാരതത്തിൻ്റെ മാത്രം ഒരു സവിശേഷതയാണ്, ഭരതൻ തൻ്റെ രാജ്യത്തിൻ്റെ മഹിമയെക്കുറിച്ച് രാമനോട് പറയുമ്പോൾ, കർക്കിടകം തുടങ്ങാൻ പോകുന്നു, അതുകൊണ്ടുകൂടിയാണ് ഞാനിത് പറയുന്നത്. രാമൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, മാനിക്കുന്നില്ലയോ ഉണ്ണി നീ ചാർവാക വിപ്രരെ. വള്ളത്തോളിൻ്റെ പരിഭാഷയാണ്. മാനിക്കുന്നില്ലയോ ഉണ്ണി നീ ചാർവാക വിപ്രരെ. ആരാണ് അവർ? ചൊല്ലലും ധർമ്മശാസ്ത്രങ്ങളുണ്ടായിട്ടും അതിനെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടപണ്ഡിതർ. അവർ രാജ്യത്തിൻ്റെയും ബാക്കി സദാചാര സംഹിതയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നവരാണ്. അൺകോംപ്രമൈസിങ് മെറ്റീരിയലിസ്റ്റുകളായിരുന്നു. ആ അൺകോംപ്രമൈസിങ് മെറ്റീരിയലിസ്റ്റുകളെ കൂടി ആദരിക്കുന്ന ഒരു സംസ്കാരം ഭാരതത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് റിജി. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അധ്യാപകർ. അവരാദരിക്കുന്ന അധ്യാപകരുടെ രാഷ്ട്രീയം വിദ്യാർത്ഥികൾ നോക്കാറില്ല. അവരാദരിക്കുന്ന അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് വോട്ട് ചെയ്യുമോ എന്നവർ ചോദിക്കാറില്ല. അവരാദരിക്കുന്ന വിദ്യാർത്ഥി ആ അധ്യാപകരെ അവരവരുടെ മനസ്സിൽ തോന്നുന്ന ഊറിക്കൂടുന്ന സ്നേഹവും ആദരവും കൊണ്ട് ആദരിക്കുന്നതാണ്. ആ സംസ്കാരത്തെ നമ്മൾ അശ്ലീലം തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അനാചാരം എന്നും അല്ലെങ്കിൽ അതൊന്നും നമ്മുടെ രാജ്യത്തിന് പറ്റിയതല്ല എന്ന രീതിയിലും പരാമർശിക്കുന്നത് ശരിയാണോ എന്ന് റെജി സൗമനസ്യത്തോടെ ആലോചിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ശ്രീ രാജേഷ് ജി, പെട്ടെന്ന് ഈ ആചാര അനുഷ്ഠാനങ്ങൾ അശ്ലീലാചാരമാണ്, അടിമത്തം അടിച്ചേൽപ്പിക്കലാണ്, ഒന്ന് വിശദീകരിച്ചു കൊടുക്കാമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രയാത്മകനായ ശ്രീ റെജി ലൂക്കോസ് അങ്ങനെ പറയുള്ളൂ. അദ്ദേഹം എന്തായാലും മറുപടി പറയാൻ അദ്ദേഹത്തിന് കൂടുതൽ സമയം വേണം. കാരണം അദ്ദേഹം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഒരേ ആശയത്തിൽ ഉള്ളവരാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി. ഇപ്പോ നമ്മൾ ഈ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അതായത് 10 വയസ്സുള്ള ഒരു കുട്ടി തന്റെ മുത്തശ്ശന്റെ പ്രായമുള്ള അധ്യാപകന്റെ പാദങ്ങളെ പൂജിക്കുന്ന ഒരു രംഗമാണ്. അപ്പൊ ബാലാവകാശ ലംഘന നിയമപരിധിയിൽ വരുന്നതാണെങ്കിൽ ഞാൻ ഇസ്ലാമിക സമൂഹത്തിൽ ഒന്നും ഇതിൽ വലിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ സുന്നത്ത് കർമ്മത്തെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? 2 വയസ്സുള്ള കുട്ടിയുടെ ലിംഗത്തിന്റെ അഗ്രചർമ്മം ആ കുട്ടിയുടെ സമ്മതമില്ലാതെ മുറിച്ചു മാറ്റുന്നതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്നുണ്ടോ? ഇടതുപക്ഷ നിരീക്ഷകർ എന്ന രീതിയിൽ എല്ലാ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും
താങ്കൾ എതിർക്കുന്നു എങ്കിൽ ഈ ഒരു കർമ്മത്തിൽ ഞങ്ങൾക്ക് അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്. അത് മറ്റൊരു അവസരത്തിൽ ഞങ്ങൾ വ്യക്തമാക്കാം. ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഞങ്ങളില്ല ഹൈന്ദവ രക്തം, ഞങ്ങളില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന് പറയുന്ന മതമല്ല പ്രശ്നം, മെരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരന് എല്ലാ മതങ്ങളുടെ അന്ധവിശ്വാസത്തെയും എതിർക്കുവാൻ കഴിയുമെങ്കിൽ 10 വയസ്സുകാരനായ ഒരു കുട്ടി കുറച്ച് വെള്ളമെടുത്ത് ഒരു അധ്യാപകന്റെ കാല് കഴുകി പാദപൂജ നടത്തി ഗുരുവന്ദനം ചെയ്തപ്പോൾ അതിനെ അശ്ലീലമെന്നും സതിയെ എല്ലാം കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുവെങ്കിൽ 2 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ സമ്മതമില്ലാതെ സുന്നത്ത് കർമ്മം നടത്തുന്നത് ശാസ്ത്രീയമാണോ, അന്ധവിശ്വാസമാണോ, അതോ ബാലാവകാശ ലംഘനത്തിന്റെ പരിധിയിൽ വരുന്നുണ്ടോ, അത് അശ്ലീലമാണോ? ഇടതുപക്ഷ സഹയാത്രികന്റെ മറുപടി കേൾക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അദ്ദേഹത്തിന് അതിന് മറുപടി പറയുവാനുള്ള നട്ടലും തന്നേടോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടി അദ്ദേഹം അത് പറയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട്? എല്ലാ മതങ്ങളുടെയും അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്ന ആളാണ് എന്നാണ് കമ്മ്യൂണിസത്തെ കുറിച്ച് ഞങ്ങൾ വെപ്പ്. പക്ഷെ ഒരു കാര്യം കൂടി പ്രിയപ്പെട്ട റെജി ലൂക്കോസ് മനസ്സിലാക്കൂ. ഈ ജാതീയതയ്ക്കെതിരെ നിങ്ങൾ വല്ലാതെ ശബ്ദിക്കുന്നവരാണ്. പക്ഷെ നിങ്ങളുടെ നേതാക്കന്മാർക്ക് ജാതിയുടെ വാല് മുറിക്കാൻ കഴിഞ്ഞിട്ടില്ല. എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്, പി ഗോവിന്ദ പിള്ളയാണ്, ശിവദാസൻ മേനോനാണ്, ഏറമ്പാല കൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിനെ മിസ്റ്റർ റെജി ലൂക്കോസിന് അറിയാൻ വഴിയില്ല. പക്ഷെ ഞാൻ നായനാ എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് അറിയാം. ഞങ്ങളുടെ നാട്ടിൽ ജാതിരഹിത സമൂഹം മതനിരപേക്ഷ കേരളം എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ജാതിരഹിത സമൂഹം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആളാരാന്ന് അറിയണ്ടേ? പോളിറ്റി ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള. രാമചന്ദ്രൻ പിള്ളയെ കൊണ്ടുവന്നിട്ടാണ് ഇവര് ഈ പറയുന്ന ജാതിക്കെതിരാണ്, ഞങ്ങൾ മതത്തിനെതിരാണെന്ന് പറയാൻ അർത്ഥമില്ല. നിങ്ങൾ ഹിന്ദുവിനും മാത്രം എതിരാണ്. ഹിന്ദുവിന്റെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും മാത്രമേ കമ്മ്യൂണിസ്റ്റുകൾ എതിരായിട്ടുള്ളൂ. നേരത്തെ വത്സേട്ടൻ പറഞ്ഞതുപോലെ കമ്മ്യൂണിസത്തിന്റെ അന്ത്യം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു, ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങളിൽ സംഭവിച്ചു. അതിന് കാരണം ഈ നാടിന്റെ ദേശീയതയെ, സംസ്കാരത്തെ മാനിക്കുവാൻ നിങ്ങൾ കഴിയുന്നില്ല. നിങ്ങൾക്ക് ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു കൊടുക്കേണ്ടി വന്നത് ഈ ഗവർണറുടെ വിവാദം വന്നപ്പോഴാണ്. ബിനോയ് വിശ്വം വിളിച്ചു കൊടുക്കുന്നത് ഞാൻ കേട്ടു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഭാരതം എന്റെ അമ്മയാണ്, എന്റെ അമ്മ ജയിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ചൈന അമ്മയായി കാണുന്നവരാണ്, അല്ല റഷ്യ അമ്മയായി കണ്ടവരായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ മണ്ണിന്റെ സംസ്കാരം, പാരമ്പര്യം ഒന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയില്ല. ഈ മണ്ണിന് അതിൻ്റെതായ സംസ്കാരങ്ങളും രീതികളുണ്ട്. ഞങ്ങളുടെ പ്രധാനമന്ത്രി മോദിജി ഗുരു പരമ്പരയെ ആദരിക്കുന്ന മഹാ വ്യക്തിയാണ്. അദ്ദേഹം ഗുരുക്കന്മാരെ കാണുമ്പോൾ പാദങ്ങളിൽ നമസ്കരിക്കുന്ന ആളാണ്. ഇന്ന് 20ഓളം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ആളുകൾ, RSSന്റെ പ്രചാരകന്മാരും കാര്യവാഹന്മാരും, ഭാരതത്തിൽ ഏറ്റവും വലിയ സംസ്ഥാനമായി UP ഭരിക്കുന്നത് ഒരു സന്യാസി വര്യൻ തന്നെയാണ് എന്നറിയണം. അപ്പൊ ഈ ഹിന്ദുധർമ്മം, RSS മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ഇരുകൈകൾ നീട്ടി സ്വീകരിക്കുന്ന ഒരു ഭൂരിപക്ഷ ജനത ഇവിടെയുണ്ട്. ജനാധിപത്യം ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണെങ്കിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് മോദിജിയെ വീണ്ടും വീണ്ടും ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തുവെങ്കിൽ പാദപൂജയും ഗുരുവന്ദനവും സംസ്കാരവും രാമക്ഷേത്രവും എല്ലാം ഇവിടെ വേണം എന്ന് ശഠിക്കുന്ന, എന്ന് ആവശ്യപ്പെടുന്ന ഒരു ജനതതി ഇവിടെ ഉണ്ട്. അവിടെ ആചാരം, സതി എന്ന് പറയുന്ന ആചാരം എപ്പോ വന്നു, എങ്ങനെ വന്നു എന്നൊക്കെ റെജി ലൂക്കോസ് മനസ്സിലാക്കണം. സതി പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എവിടെയും കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. സതി എന്ന ആചാരം നിങ്ങൾ ആലോചിച്ചു, രാമായണത്തിൽ എവിടെയാണ് സതി ഉള്ളത്? ദശരഥ മഹാരാജാവ് മരിച്ചപ്പോൾ 3 ഭാര്യമാരിൽ ആരാണ് തീയിൽ ചാടി മരിച്ചത്? 100 കൗരവർ മരിച്ചപ്പോൾ ആരെങ്കിലും തീയിൽ ചാടി മരിച്ചിട്ടുണ്ടോ? അവിടെ നിങ്ങൾ ഈ സതി വന്നത് ഇസ്ലാമിക ഭരണകാലത്താണ്. ഇസ്ലാമിക ഭരണകാലത്ത് ഹിന്ദു പുരുഷന്മാരെ കൊന്നുകളഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്നത് പോലെ തന്നെ ഈ മുഗൾ രാജാക്കന്മാര്, ഗസ്നി, ഗോറി, ഗിൽജി, തുഗ്ലക്ക്, ബഹദൂർ ഷാ രണ്ടാമൻ വരെയുള്ള ആളുകൾ ഹിന്ദു സ്ത്രീകളെ, പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കിയിരുന്നു. ISIS എങ്ങനെയാണോ SED പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കിയത് അതുപോലെ ചെയ്തിരുന്നു. അന്ന് പുരുഷന്മാർ മരണപ്പെട്ടാൽ രക്ഷയില്ലാതെ ഹിന്ദു സ്ത്രീകൾ അഗ്നിപ്രവേശം ചെയ്തു. പിന്നീട് ആ ദുരാചാരത്തെ, അതൊരു ആചാരത്തെ ദുരാചാരമായിട്ട് മാറി. അത് ഹിന്ദുക്കളായിട്ട് തന്നെ ഇല്ലാതാക്കി. രാജാ റാം മോഹൻ റോയ് ആണ് സതിയെ നിരോധിക്കുവാൻ വേണ്ടിയുള്ള മുൻകൈയെടുത്തത്. കേരളത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പങ്കുമില്ല. 1924 വൈക്കം സത്യാഗ്രഹം, 31 ഗുരുവായൂർ സത്യാഗ്രഹം, 36 ക്ഷേത്രപ്രവേശന വിളംബരം, 39 പിണറായിയിലെ പാറപ്പുറത്താണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. അപ്പൊ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം എന്ന് പറയുന്നത് പുലയനെയും പറയനെയും അമ്പലത്തിൽ കയറ്റിയത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനുമല്ല. ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമി തിരുവടികൾ, മഹാത്മാ അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, TK മാധവൻ, പണ്ഡിറ്റ് കറുപ്പൻ, ആർ ശങ്കർ, കുമാരനാശാൻ, സഹോദരയ്യപ്പൻ, എവിടെയും ഒരു കമ്മ്യൂണിസ്റ്റാന്റെ പേര് അതിൽ വരുന്നില്ല. നിങ്ങൾ ജാതിയുടെ വാലും പേര് നടന്നുകൊണ്ട് ജാതിക്കെതിരെ സംസാരിക്കുന്നവരാണ്. ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന പേര് മാറ്റുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അങ്ങനെ കൂടുതൽ അവസരമുണ്ട്. ചോദ്യത്തിന്റെ ഉത്തരം പറയുമ്പോൾ 10 വയസ്സുള്ള കുട്ടി
ഗുരുവിന്റെ പാദങ്ങളെ നമസ്കരിച്ചത് അശ്ലീലവും അന്ധവിശ്വാസവും ദുരാചാരവും പഴയ സതിയും ഒക്കെ തിരിച്ചു കൊണ്ടുവരുന്ന വ്യഗ്രതയോടുകൂടി നിങ്ങൾ പറഞ്ഞപ്പോൾ 2 വയസ്സുകാരനായ കുട്ടിയുടെ സുന്നത്ത് കർമ്മം നടത്തുന്നത് ശരിയാണോ തെറ്റാണോ? അതിനും കൂടി മറുപടി അങ്ങ് പറയണം എന്ന് ഞാൻ സാധാരണ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. റെജി ലൂക്കോസ്, എനിക്കും കൂടി ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പറയാം. ഒരു പിടി ചോദ്യങ്ങൾ ഇപ്പോൾ അങ്ങയുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ശ്രീ റെജി ലൂക്കോസ്. നിങ്ങൾ 4 പേരും ഞാൻ മാത്രം 1 മണിക്കൂറായിട്ട് സമയം എന്റെ മറുപടി പൂർത്തീകരിക്കുകയാണ്. നിങ്ങൾ അവർക്ക് മാത്രം അവസരം കൊടുത്തത് എന്നെക്കൊണ്ട് സംസാരിക്കാതിരുന്നതിനുള്ള പ്രതിഷേധം ആദ്യം രേഖപ്പെടുത്തും. ആ പ്രതിഷേധം തികഞ്ഞ ജനാധിപത്യ ബോധത്തോടുകൂടി അംഗീകരിച്ചുകൊണ്ട് അങ്ങേക്ക് പറയാം. അല്ല, ഇത് കേൾക്കൂ. സമ്മതത്തിന് ശൈലി ഇതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. അത് രാധാകൃഷ്ണൻ സാർ അംഗീകരിക്കുന്നു. ഞാൻ ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ സാറിന് തന്നെയാണ് ഞാൻ വേറെ ആദരിക്കുന്ന ഒരു വ്യക്തിത്വ രാധാകൃഷ്ണൻ സാർ വൈസ് ചാൻസലറായിരുന്നപ്പോഴും PSCയുടെ ചെയർമാനായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ തുടക്കം തന്നെ മാധ്യമപ്രവർത്തനാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം. അത് തന്നെയാണ്. എന്നപ്പോഴും ഞാൻ അദ്ദേഹത്തിന് ശരിക്കും ഫോളോ ചെയ്തത്. കാരണം അക്ഷരങ്ങളുടെ അർത്ഥവും അതനുസരിച്ച് വായനാശീലവും പഠിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു പങ്കുണ്ട്. കാരണം അദ്ദേഹം കേരളത്തിലെ സമകാലിക മാധ്യമങ്ങൾ സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് മലയാളം മനോരമ അദ്ദേഹം പതിവായിട്ട് എഴുതുമായിരുന്നു. അന്ന് അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ പലതും ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്, അന്നത്തെ വായനയായതുകൊണ്ട്. അന്ന് ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ സാർ എഴുതിയിരിക്കുന്നത് കോൺഗ്രസിന്റെ പാരമ്പര്യവും അവര് രാജ്യത്തിന് നൽകിയ സംഭാവനകൾ, നെഹ്റു കുടുംബത്തിന്റെ ഈ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചോ ഒക്കെ അദ്ദേഹം നിരവധി തവണ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇല്ലെന്ന് സാറിന് നിഷേധിക്കാൻ പറ്റത്തില്ല. ഇനി ഇവിടെ രാജാറാം മോഹൻ റോയിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ രാജാറാം മോഹൻ റോയാണ് ഇന്ത്യയിലെ അനാചാരങ്ങൾക്കും ഈ പറയുന്ന അശ്ലീല ആചാരങ്ങൾ എന്നുള്ള പദം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഒരു മഹാനായ വ്യക്തിത്വം അദ്ദേഹം തന്നെയാണ്. അത് ഈ അശ്ലീലം എന്ന് പറഞ്ഞാൽ നിങ്ങളെന്താ ശ്ലീലമല്ലാത്തതാണ് അശ്ലീലം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരിക്കലും ഒരു ഭാഷാ പണ്ഡിതനല്ല. ഇപ്പൊ ഞാനൊരു അധ്യാപക ഭാവനയിൽ നിന്ന് വരുന്ന ആളാണ്. എന്റെ ഗ്രാൻഡ് ഫാദർ മുതൽ എന്റെ സഹോദരങ്ങളും അധ്യാപകരാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് അധ്യാപകം എന്ന് പറയുന്നത് അടിമത്വമല്ല. നാളുകളിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഗോമൂത്രം കുടിച്ചാൽ അല്ലെങ്കിൽ ഗോമൂത്രം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അസുഖവും മാറും. അതുപോലെ തന്നെ എന്താ പറയാ, ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം ഉത്പാദിപ്പിക്കാം. ഇന്ത്യയിൽ ലോകത്തിൽ ആദ്യമായിട്ട് വിമാനം കണ്ടുപിടിച്ചത് പറത്തിയത് വാമനാണ്. ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല സാർ. ആ ചോദ്യങ്ങൾ കൂടി മറുപടി പറയൂ. കാര്യം സമയം ഇപ്പോൾ തന്നെ 8:40 കഴിഞ്ഞു. 15 മിനിറ്റ് കൂടെ ഉള്ളൂ. ആ ചോദ്യങ്ങൾ കൂടി മറുപടി നേരിട്ടുള്ള ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദയവായിട്ട് വിളിക്കുക. എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ദുരാചാരങ്ങളുടെ അന്ധവിശ്വാസങ്ങളുടെ ഈ പെരുമ്പറകൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മാത്രം പറയണോട് ഞാൻ പറയുമോ? എന്റെ ആശയങ്ങളോട് ഞാൻ പറയട്ടെ. എന്റെ പ്രസ്ഥാനത്തില് അങ്ങനെ രാധാകൃഷ്ണൻ സാറിനെ പോലുള്ള എഴുത്തുകൾ എഴുതി അതുകൊണ്ടൊക്കെ വായിച്ച് മനസ്സിൽ പരിവർത്തനം വന്ന ഒരു തലമുറയിൽപ്പെട്ട ഒരാളാണ് ഞാനും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഞാനത് അഭിമാനത്തോടെ ഇപ്പൊ പറയുന്നു. പക്ഷെ രാധാകൃഷ്ണൻ സാറിന് കഴിഞ്ഞ 8-9 വർഷം ഇടയിൽ വന്ന പരിവർത്തനം എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹം ചില ഓൺലൈൻ ചാനലുകളിൽ സംസാരിക്കുന്ന കൗതുകത്തോടെ ഞാൻ കേൾക്കാറുണ്ട്, ആശയപരമായ ഭിന്നിപ്പുണ്ടെങ്കിലും. പക്ഷെ സാറിനെ പോലെ ഒരാൾ ഒരിക്കലും ഈ പറയുന്ന ഈ രീതിയിലുള്ള ദുരാചാരങ്ങൾ തിരിച്ചു കൊണ്ടിരുന്നതിന് സാറിനെ പോലെ ഒരാളിങ്ങനെ സാറിന്റെ രാഷ്ട്രീയ വിശ്വാസങ്ങൾ എന്തോട്ടെ പ്രേരിപ്പിയത് മറ്റുള്ളവരൊക്കെ എന്തും പറയട്ടെ, അവരെയൊക്കെ നമ്മൾ ആ ശൈലിയിലേ പറയത്തുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നാളുകളിൽ ഈ അധ്യാപകരുടെ വീടുകളിൽ അടിമത്തത്തിന്റെ പേരിൽ നിങ്ങൾ വീട്ടിൽ വന്ന് സകല പണിയും ചെയ്യണം. അതാണ് ഗുരു അധ്യാപക ബന്ധമെന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചു വെച്ചാൽ ഇവിടുത്തെ കുട്ടികൾ അതിന് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്. പാദപൂജ എന്ന് പറഞ്ഞത് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട രാജേഷ് സാർ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ മറുപടി പറയണം. അദ്ദേഹം പറഞ്ഞു യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴുകി. യെസ്, പെസഹ വ്യാഴാഴ്ച രാത്രിയിലാണ്, നോ ഡൗട്ട്. അദ്ദേഹം 11 ശിഷ്യന്മാരുടെ കാല് കഴിക്കും. യേശു ക്രിസ്തു എന്ന് പറയുന്നത് തന്റെ കീഴിലുള്ള ശിഷ്യന്മാരുടെ കാലാ കഴിക്കുന്നത്. അതാദ്യം സാർ മനസ്സിലാക്കി കേരളത്തിലെ ശിഷ്യന്മാരുടെ കാലാണ് ഇനി അധ്യാപകർ കഴുകണമെന്ന് സാറ് പറയൂ. നാളെ മുതൽ സാറ് പറയൂ. എന്റെ സിമ്പിൾ ക്വസ്റ്റ്യനാ. അതൊരു വലിയ സന്ദേശം ലോകത്തിന് കൊടുത്തത്. ബൈബിൾ അരിച്ചു കുടിച്ച് പഠിച്ചിട്ടുള്ള ആളല്ലേ സാർ? എനിക്ക് ആ കാര്യത്തിൽ വ്യക്തമായിട്ട് അറിയാം. അതായത് യേശുക്രിസ്തു എന്ന മഹാനായ ഒരു നേതാവ്, ഒരു മനുഷ്യൻ, ലോകത്തിന്റെ പരിവർത്തനങ്ങൾക്ക് നല്ല സന്ദേശം നൽകിയ ഗുരുക്കന്മാരുടെ ശ്രേഷ്ഠനായ ഒരു വ്യക്തി തന്റെ ശിഷ്യന്മാരുടെ കാല കഴിയുക സാർ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നാളെ മുതൽ ഞാൻ പറയുവാണ് ഗുരുക്കന്മാരല്ല കുട്ടികളുടെ കാല് കഴുകി കാലെ ചുംബിക്കണം എന്ന് പറഞ്ഞാൽ സാർ ഏത് രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്, ഏത് രീതിയിലാണ് അത് കമ്പയർ ചെയ്യുന്നത്? ദാറ്റ്സ് മൈ സിമ്പിൾ ക്വസ്റ്റ്യൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു പാരമ്പര്യത്തെ സാർ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഞാൻ സാറിന്റെ എത്ര ഭാഷാ പണ്ഡിതനോ അല്ലെങ്കിൽ ആ സാറിന്റെ എത്രയും വായനശീലമുള്ള ഒരാളൊന്നുമല്ല. അത് വളരെ ഉറപ്പായിട്ട് ഞാൻ പറയുന്നത്. കാരണം ഐ റെസ്പെക്ട് യു. നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, അവരുടെ ആശയങ്ങൾ എന്താണേലും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പൊ ഞാൻ ഗ്രൂപ്പ് കർമ്മങ്ങളെ കുറിച്ചോട് സൂചിപ്പിച്ചു, വളരെ കൃത്യമല്ലേ. ഇനി ബഹുമാനപ്പെട്ട് സാറ് ശ്രദ്ധിക്കാനൊരു കാര്യം ഞാൻ പറയാം. സാറ് ശ്രദ്ധിക്കാൻ പറയാനുള്ള അവകാശം എനിക്കില്ല. എന്റെ അനുഭവം ഒരു കാര്യം ഞാൻ പറയാം. അത് കേൾക്കാനൊരു സന്ദർശനം ഉണ്ടാവും. ലോകത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായി കണ്ടുപിടുത്തം എന്താ? ചക്രം, വീൽ കണ്ടുപിടിച്ചതാ. അതുവരെ മനുഷ്യരെ വലിച്ചോണ്ട് പോവായിരുന്നു.
ഈ ചക്രം കണ്ടുപിടിച്ച ശേഷമാണ് ലോകത്തിന്റെ ഗതികൾ തന്നെ മാറിപ്പോയത്. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായി കണ്ടുപിടുത്തതാ. ആ ചക്രം കണ്ടുപിടിച്ചതിന് ശേഷമാണ് ലോകത്തിൽ മോട്ടോർ ബൈക്കുകൾ ആദ്യമായിട്ട് ഓടിച്ചു തരാം. ബെർത്താസെ ബെൻസ് എന്ന് പറയുന്ന സ്ത്രീയാണ് ജർമ്മനിയിൽ 1881 മെയ് 5 ലോകത്തിന്റെ ചരിത്രത്തിൽ. ഒരു നൂറ്റാണ്ടും 25 വർഷമായിട്ടുള്ളൂ. അപ്പൊ അതിനു മുമ്പത്തെ കാലഘട്ടങ്ങളിലേക്ക് മടങ്ങിപ്പോണം. ഇന്ത്യയാണ് ഇവിടുത്തെ മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ അത്ര ആചാരങ്ങൾക്കെതിരെ അനുകൂലമായി നാളെ ഇവിടെ ഒരു മുന്നേറ്റം ഉണ്ടാകുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. 120 രണ്ട് കാര്യങ്ങൾ. സമയം പോകുന്നതുകൊണ്ട് കൂടിയാണ് 10 മിനിറ്റ് ബാക്കിയുള്ളൂ. ഒറ്റ ചോദ്യം, അതിന് മറുപടി ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഈ സുന്നത്ത് കർമ്മം എന്നുള്ളത് ബാലാവകാശ നിയമ ലംഘനത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് രാജേഷ് ഒരു ചോദ്യം ചോദിച്ചു. യെസ് ഓർ നോ? യെസ് ഓർ നോ? കാര്യം സമയമില്ല. ഞാനത് ഏതോർക്കും മറുപടി പറയാൻ. എന്റെ ആശയം, എന്റെ പ്രസ്ഥാനത്തിന്റെ പുരോഗമന ആശയം എന്നോട് ഞാൻ പഠിച്ചിരിക്കുന്നത് അറിയാൻ പറയും. ഏസോർന്നും പറയാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 51A പറഞ്ഞിരിക്കുന്നത് അറിയോ? വിദ്യാർത്ഥികൾ പരിഷ്കൃത ശാസ്ത്രബോധമുള്ളവരായിട്ട് വളരണമെന്ന ഇപ്പോഴോട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്കാ വരുന്നത്. എല്ലാ മതവും വിശ്വസിക്കാനും സ്വാതന്ത്ര്യമാണ് ഇന്ത്യ ഭരണഘടന. നിങ്ങൾ ഹിന്ദുവിലെ ഒരു 10 വയസ്സുകാരൻ താങ്കൾ ചോദിച്ചു മറുപടി പറയുമ്പോൾ അതിലേക്ക് തന്നെയാണ് വരുന്നത്. രാജേഷ് ക്ഷമിക്കും, അതേ പറയട്ടെ. അതേ പറയട്ടെ രാജേഷ്, അതേ പറയട്ടെ. രാജേഷ് അദ്ദേഹം മറുപടി പറയുകയാണ്. രാജേഷ് അദ്ദേഹം പറയട്ടെ. രാജേഷ് ജി ക്ഷമിക്കുക, അദ്ദേഹം പറഞ്ഞോട്ടെ. ഞാൻ PSC ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന വിദ്യാർത്ഥിയോ? എന്റെ ആശയങ്ങൾ, ഞാൻ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് പറയാനുണ്ടല്ലേ. താങ്കൾ എന്തുകൊണ്ടാണ് അതിനകത്ത് കയറി ഇടപെടുന്നത്? രാജേഷ് ജി അദ്ദേഹം പറയട്ടെ. അദ്ദേഹം അതിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം അതിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞു. പറയട്ടെ. രാജേഷ്, റെജി സംസാരിക്കട്ടെ. അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്ക്. വർഗീയതയ്ക്കെതിരെ മറുപടി അദ്ദേഹം സംസാരിക്കാൻ അവസരം കൊടുക്ക്. നിങ്ങൾ എന്നോട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞോളൂ. ദർ ഇസ് നോ പ്രോബ്ലം ഫോർ മീ. അതാണ് നിങ്ങൾ ആദ്യം മര്യാദ കാണിക്കേണ്ടത്. നിങ്ങൾ പറയുന്ന മുഴുവൻ അങ്ങ് അംഗീകരിക്കുക. അതിനാ പറയുന്നത് അതാണ് പറയുന്നത് അസഹിഷ്ണുത എന്ന് പറയുന്നത്. നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഏത് മതത്തിലും വിശ്വസിക്കാതിരിക്കാം. ഏത് മതത്തിലും വിശ്വസിക്കാം. നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് ഇന്ത്യ. ആ നാട്ടിലിരുന്നുകൊണ്ട് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ആചാരങ്ങൾ അവരനുഷ്ഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെന്തിനാ എതിർക്കുന്ന? പിന്നെ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് മറുപടി ഒന്നുകൂടെ വിശദീകരിക്കാം. നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് ശരിയെന്നല്ല അല്ലേ? അല്ല, ഇന്ത്യ തൂത്തറിഞ്ഞിരിക്കുന്ന അനാചാരങ്ങളെ തിരിച്ചുകൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നതുകൊണ്ടാണ്. അത് തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നത്. ഈ രാജ്യത്തിന്റെ, നിങ്ങൾ രാജാറാം മോഹൻ റോയെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അതേ എഴുതിയ ഒരു 3 ബുക്ക് താങ്കൾ അഡ്രസ്സിലൂടെ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. ഈ ഒന്നും വേണ്ട. ബഹുമാനപ്പെട്ട വാജ്പേയി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇന്നും എന്താ പറയാ ബഹുമാനത്തോടെ മാത്രം കണ്ടത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ഈ യൂട്യൂബിൽ ഇട്ട് കേൾക്കുന്നവരാ. പ്രഭാഷണ കലയുടെ ആചാര്യനാ ബഹുമാനപ്പെട്ട വാജ്പേയി. ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്കറിയാവോ? ശ്രീ റെജി ലൂക്കോസ്, അങ്ങ് ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലേ? ഒരു ചോദ്യം കൂടി ഞാൻ ചേർക്കുന്നതിന് കൂടി. അങ്ങ് അടിമത്തത്തെ കുറിച്ച് പറഞ്ഞു, അടിച്ചേൽപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. 3 ഇൻസ്റ്റൻസസ് അങ്ങയുടെ പ്രസ്ഥാനം നയിക്കുന്ന സർക്കാർ അടുത്തിടെ കൊണ്ടുവന്ന 3 പരിഷ്കാരങ്ങൾ. 1, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം. 2, ബക്രീദിനുള്ള അവധി, ബക്രീദിനും പിന്നെ +1. 3, സ്കൂളിലെ സമയമാറ്റം, വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായുള്ള സമയമാറ്റം. ആദ്യത്തത് ആ വഴി പോയി സമസ്താപരാധം. രണ്ടാമത്തത് ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞു, അവധി വന്നു. 3, വിരട്ട് വേണ്ട എന്ന് പറഞ്ഞ താണ്ഡവമാടിയ വിദ്യാഭ്യാസ മന്ത്രി അടുത്ത ദിവസം ഒന്ന് ചെറുതായിട്ട് മാറ്റി. അത് കഴിഞ്ഞ് എന്താ പറയുക, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല, ചർച്ചയ്ക്ക് തയ്യാറെന്ന്. ഇത് അടിമത്തമല്ലേ?
ആരെയാണ് പേടിക്കുന്നത്, എന്തിനാണ് പേടിക്കുന്നത്, എന്ത് പ്രീണനമാണ് ഉദ്ദേശിക്കുന്നത്? ശ്രീ റെജി ലൂക്കോസ് അതിനും കൂടി മറുപടി പറയണം. എല്ലാ അതിഥികൾക്കുമായി ഇനി ബാക്കിയുള്ളത് 7 മിനിറ്റ് മാത്രം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇന്നത്തെ പ്രസ്താവന കണ്ടായിരുന്നു? അതെ മാധ്യമപ്രവർത്തനോടാണ് പറഞ്ഞത്. അതെ, ഞാൻ വിരട്ടിയിട്ടില്ല. പറയാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കട്ടെ. ആ ശരി, ഒന്നിനും മറുപടി പറയുന്നില്ല, അതാണ് എന്റെ പ്രശ്നം. ഇതുപോലത്തെ ചില ആൾക്കാർ കൊട്ടിഘോഷിച്ചുകൊണ്ടൊന്ന് നടക്കുകയായിരുന്നു പറഞ്ഞു. ഇപ്പോൾ അവർ പത്തി മുടക്കി. കാരണം എന്തുകൊണ്ടാണ്? പരിഷ്കൃത കേരളം അവരെ എല്ലാം അവിടെ പത്തി മുടക്കാനായിട്ട്. ആര് പത്തി മുടക്കി എന്നാ പറയുന്നത്? അങ്ങ് ആര് പത്തി മുടക്കി എന്നാ പറയുന്നേ? ശ്രീ ശിവൻകുട്ടിയാണോ സമസ്തയാണോ? ഇത് ശരിയല്ല. അങ്ങേക്ക് പറയാൻ അവസരം തന്നു, അങ്ങ് ആദ്യത്തെ ചോദ്യത്തിന് മറുപടിയെ പറയുന്നില്ല. ഇപ്പൊ വീണ്ടും അങ്ങ് പറയുന്നു ശിവൻകുട്ടിയുടെ മുന്നിൽ ആര് പത്തി മടക്കി. ആ ശരി ശരി ശരി, നിങ്ങളുടെ അജണ്ട അതല്ലേ? നിങ്ങൾ ഒരാളെ വിളിച്ചിരുത്തിയിട്ട് അയാളെ കൊണ്ട് മിണ്ടിക്കത്തില്ല, ബാക്കിയുള്ളവർക്ക് ഓൺലൈനായിട്ട് സമയം കൊടുക്കും പ്രസംഗിക്കാനായിട്ട്. ഇത് ജനം കണ്ടോണ്ടിരിക്കുമല്ലോ. നിങ്ങളെ പ്രേക്ഷകരുടെ അഭിപ്രായം ചോദിച്ചു നോക്കി, എന്നിട്ട് നിങ്ങൾ മറുപടി പറയാം. പ്രേക്ഷകരുടെ അഭിപ്രായം ഞാനിവിടെ വായിക്കുന്നില്ല. പ്രേക്ഷകരുടെ ഒരുപാട് അഭിപ്രായമുണ്ട്. അങ്ങനെ ഓർപ്പിച്ച നന്നായി. ഞാൻ 10 സെക്കൻഡ് എടുത്തോ. ഞാൻ 10 സെക്കൻഡ് എടുത്തോട്ടെ. ഇല്ലാത്ത വിഷയങ്ങളെ പേരിൽ CPM ആക്ഷേപിക്കുക. നിങ്ങൾ ഒരിക്കലും അതിനകത്ത് വിജയിക്കത്തില്ല. ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെ ജനങ്ങളെ എന്തെന്ന് ബോധ്യപ്പെടുത്താവോ? എവിടെയാ സ്കൂൾ സമയത്തിന് കീഴടക്കിയത്? ആരാ പറഞ്ഞത്? ജനാധിപത്യത്തിൽ ചർച്ച ചെയ്യും, അത് സ്വാഭാവിക. അതിനോട് സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും, അവകാശങ്ങൾ പറയാനായിട്ട്. പക്ഷേ അതിൽ കീഴടങ്ങൽ എങ്ങനെയാണുള്ളത്? കീഴടക്കിയിട്ട് നിങ്ങൾ പറയാം, നാളെ ചർച്ച ചെയ്യും. ഇതിലേക്ക് മടങ്ങാം. നമുക്ക് ഇതിലേക്ക് മടങ്ങാം. പറയാം. ആ സ്നേഹിതന്റെ അടുത്ത് ഞാൻ പ്രത്യേകിച്ച് പറയാം, എന്റെ സുഹൃത്തിനോട് ഞാൻ ഒന്നുകൂടെ പറയാം. സ്നേഹിത, സുന്നത്ത് എന്ന് പറയുന്ന ആ പേരിൽ ഈ സ്കിൻ കട്ട് ചെയ്യുന്നത് ഇപ്പോൾ മുസ്ലിംസ് മാത്രമല്ല, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ആരോഗ്യപരമായിട്ട് കോഴിക്കോട് 2 വയസ്സുള്ള കുട്ടിയുടെ ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചത് കുട്ടിയുടെ അനുവാദത്തോടെയല്ല. അത് ബാലാവകാശ ലംഘന നിയമത്തിന്റെ പരിധിയിൽ വരുമോ? അതാണ് ബാലാവകാശ നിയമത്തിന്റെ ലംഘനത്തിന്റെ പരിധിയിൽ എങ്ങനെയാ വരുന്നത്? ഏത് ആചാരങ്ങൾ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. കൊച്ചുകുട്ടികളുടെ കാത് കുത്തുന്നില്ല, അത് വേദനിപ്പിക്കുന്നില്ല. ശരീരത്തിന് ഒരു ശരിയായ കുത്തിക്കയറുന്നത് അത് ബാലാവകാശത്തിൽ ആദ്യപ്പെടുവോ? നിങ്ങൾ അതിനെ സംസാരിക്കുവോ? അത് ചലഞ്ച് ചെയ്യൂ. കാത് കൂത്തുന്ന അങ്ങനെയല്ലേ, മൂക്ക് കൂത്തുന്ന അങ്ങനെയല്ലേ? അപ്പൊ ഗുരുപൂജ കുഞ്ഞിന്റെ കാതിലേക്ക് കമ്പി കുത്തിക്കയറ്റുക, മൂക്കിനെ കുത്തിക്കയറ്റുക, അത് ഇതുപോലെ തന്നെയല്ലേ? നിങ്ങൾ അതിനെ എതിർക്കും. ശ്രീ റെജി ലൂക്കോസ് അങ്ങയുടെ തന്ത്രം വിജയിച്ചിരിക്കുന്നു. ശ്രീ റെജി ലൂക്കോസ് അങ്ങയുടെ തന്ത്രം വിജയിച്ചിരിക്കുന്നു. രാധാകൃഷ്ണൻ സാർ 1 മിനിറ്റ്. അത് കഴിഞ്ഞ് എനിക്ക് വത്സേട്ടൻ്റെ അടുത്ത് കൂടി പോകേണ്ടതുണ്ട്. സമയം കഴിഞ്ഞു വരുന്നു. രാധാകൃഷ്ണൻ സാർ, റെജി ജയിച്ചതായി പ്രഖ്യാപിക്കൂ സാർ. അല്ല, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്നുണ്ടെങ്കിൽ ഉത്തരമില്ല എന്നുള്ളത് മാത്രമാണ് മറുപടി. തീർച്ചയായിട്ടും അത് ചർച്ചയെ ബാധിക്കും. സാർ തുടരാം, സമയമില്ല. അതല്ലാന്ന് അതിനൊക്കെ അതല്ലല്ലോ. അതാണോ? അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. കാല് കഴുകി ആദരിക്കുന്നത് ശ്ലീലമാണോ അശ്ലീലമാണോ? അത് ഗുരു ആയാലും ശിഷ്യനായാലും. അതായിരുന്നു ചോദ്യം. ഇവിടെ ചെയ്യുമ്പോൾ അത് അശ്ലീലമാണെന്ന് പറഞ്ഞപ്പോൾ അത് ശ്ലീലമാണോ അശ്ലീലമാണോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങേക്ക് അതിൽ എന്ത് നിലപാട് സ്വീകരിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ചർച്ചയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയുള്ള സമയം ഞാൻ പ്രദീപിന് തന്നിരിക്കുന്നു. പ്രദീപ് ഇഷ്ടമനുസരിച്ച് ഉപയോഗിച്ചോളൂ. ശ്രീ റെജി ലൂക്കോസ് സാറിനോടാണ് പറയാനുള്ളത്. അതായത് കുട്ടികൾക്ക് ശാസ്ത്രബോധമാണ് നൽകേണ്ടത്, കുട്ടികളെ അധ്യാപകന്മാരുടെ കാല് പിടിപ്പിക്കുകയല്ല വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. അധ്യാപകരുടെ കാല് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് SFIക്കാർ ബാലാവകാശ നിയമപ്രകാരം കേസ് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, കഴിഞ്ഞ വിജയദശമി ദിവസം കേരളത്തിൻ്റെ തലസ്ഥാനത്ത് ക്ലിഫ് ഹൗസിൽ വെച്ചിട്ട് 5 പിഞ്ചു കുട്ടികളുടെ കൈ, മൃദുലമായ പിഞ്ചിളം കൈകൾ പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ബലപൂർവ്വം പിടിച്ച് തൻ്റെ അടുത്ത് വെച്ച പാത്രത്തിലുള്ള അരിയിൽ ആ കുട്ടി സങ്കടത്തോടുകൂടി ദയനീയമായി പിണറായി വിജയനെ നോക്കുന്ന സമയത്ത് ആ അരിയിൽ ഈ വിരൽ വെച്ചിട്ട് എന്തൊക്കെയോ എഴുതിക്കുന്നത് കണ്ടിരുന്നു.
വിജയദശമി ദിവസമാണ് നടന്നത്. അതിലൂടെ എന്ത് ശാസ്ത്രജ്ഞാനമാണ് ആ കുട്ടിക്ക് പിണറായി വിജയൻ പകർന്നു കൊടുത്തത് എന്ന് പറയണം. എം ശങ്കരൻ നമ്പൂതിരിപ്പാടും ഇതേ കാര്യം തന്നെ ചെയ്തിട്ടുണ്ട്, നായനാറും ചെയ്യാറുണ്ട്. മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ പലപ്പോഴും ബൂമറാങ് ആവും. പിണറായി വിജയനും അതുപോലെ തന്നെ ശ്രീ നായനാരും കൂടി റോമിൽ മാർപ്പാപ്പയെ കാണാൻ വേണ്ടി പോയിരുന്നു. മാർപ്പാപ്പയെ കാണാൻ പോയപ്പോൾ മാർപ്പാപ്പയ്ക്ക് ഉപഹാരമായി കൊടുത്തത് ശ്രീമദ് ഭഗവത്ഗീതയാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അല്ല കൊടുത്തത്. അപ്പോൾ ചില നേതാക്കന്മാരിൽ ചില ആളുകൾ ഇതിനെയൊക്കെ അംഗീകരിച്ചിട്ടൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആലപ്പുഴയിൽ ചോദിച്ചാൽ അറിയാം, വിപ്ലവ നായികയായിരുന്ന ഗൗരിയമ്മ അവരുടെ പാദപൂജ നടത്തിയ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ഒരു കാര്യവും കൂടി പറയാണ്, നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി, പൈതൃകത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമായി ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെയെല്ലാം ആക്ഷേപിച്ച് ഇല്ലാതാക്കാം എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ഏകപക്ഷീയമായി ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങൾ ഇതുപോലെ തകർക്കാമെന്നാണ് ഈ SFI കുട്ടികളെ വിട്ടുകൊണ്ട് നിങ്ങൾ ഇതിനെല്ലാം നശിപ്പിക്കാം എന്നാണ് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിശക്തമായ തിരിച്ചടി ഇവിടുത്തെ ഹിന്ദു സമുദായത്തിൽ നിന്നുണ്ടാവും. ആ തിരിച്ചടി താങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇത് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. റൈറ്റ്. എഡിറ്റേഴ്സ് ചോയ്സിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് മാത്രം ചർച്ച നിർത്തുന്നു. എല്ലാ അതിഥികൾക്കും ശ്രീ വത്സൻ തില്ലങ്കേരി, ശ്രീ KS രാധാകൃഷ്ണൻ സാർ, ശ്രീ രാജേഷ് നാദാപുരം, ശ്രീ റെജി ലുക്കോസ്, നന്ദി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്തേ. ജനം ടുനൈറ്റുമായി അനിൽ നമ്പ്യാർ ചേരും.